യേശുവേ ദാവീദ് പുത്ര എന്ന് തെരുവിലിരുന്ന യൗവനക്കാരൻ വിളിക്കുകയാണ്. ആമേൻ. പ്രിയമുള്ളവരെ, വലിയ തിരക്കാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ യേശുവിനെ കാണാൻ, അല്ലെങ്കിൽ യേശുവിനെ അവന് കാണാനുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ല. എങ്കിലും അവൻ ഒരു കാര്യം മനസ്സിലായി. ദാവീദ് പുത്രനാണ് കടന്നു പോകുന്നത്. ഒന്ന് വിളിച്ചാൽ ഒരു പക്ഷേ ഇന്ന് വലിയ അത്ഭുതം നടക്കുന്ന ഒരു ദിവസമായി മാറും. പലരും നിരുത്സാഹപ്പെടുത്തി, പലരും പിറയിലേക്ക് വലിച്ചു മാറ്റി. എന്നാൽ അവൻ ഇരിക്കുന്നിടത്തിരുന്ന് ആമേൻ, ദൈവത്തിന് സ്തോത്രം, യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിച്ചപ്പോൾ യേശു അവൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമക്കളെ, യേശുവിന് ഇവനെക്കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, എങ്കിൽ അവനൊന്ന് വിളിക്കാൻ യേശുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ യേശുവിനെ ഉറക്കെ വിളിച്ചു. ഉറക്കെ വിളിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ്റെ മുമ്പിൽ കടന്നു ചെന്നൊരു സ്നേഹമുണ്ട്. അതാണ് കാൽവറിയിലെ സ്നേഹം. അതാണ് കാൽവറിയിലെ അവൻ നൊന്ത് പ്രസവിച്ച സ്നേഹം. ആ സ്നേഹത്തിനോട് തുല്യം വെക്കാൻ വേറൊരു സ്നേഹമില്ല. ഇന്ന് രാത്രി അങ്ങനെ നമ്മെ സ്നേഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. പാപത്തിൽ കിടന്ന, പാപത്തിന്റെ ആഴത്തിൽ കിടന്ന, ആരും തിരിഞ്ഞു നോക്കാതിരുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞ ഉപ്പ് തേക്കാതിരുന്ന, കുളിപ്പിക്കാതിരുന്ന ഒരവസ്ഥയിൽ നിന്നും പുത്രത്വത്തിന്റെ പദവി തന്ന് ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ അവന് എങ്ങനെ നാം സ്തുതിക്കാതിരിക്കും? എങ്ങനെ നാം സ്തോത്രം ചെയ്യാതിരിക്കും? എങ്ങനെ നാം അവനെ മഹത്വപ്പെടുത്താതിരിക്കും? അല്പനേരം ദൈവമക്കൾ കരങ്ങളടിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അത്രയധികം നമ്മെ അവൻ സ്നേഹിച്ചു. കാൽവറിയിൽ നമുക്ക് വേണ്ടി തന്നെത്താൻ സമർപ്പിച്ച നമ്മുടെ പ്രിയനെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു നാഥ എന്നുള്ള മനോഹരമായ അനുഗ്രഹീതമായ പാട്ടിൻ്റെ ഇരടികൾ ചേർന്ന് പാടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഉണർവിന്റെ വരം നമ്മുടെ ദേശത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ചേർന്ന് പാടാം. ഞങ്ങൾ വരുന്നു തിരുസവിധേ, നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ, ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർത്തിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർത്തിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കേണമേ നീ ശിഷ്യരാസരിമേ. ആശിഷമാരി അയക്കേണമേ നീ ശിഷ്യരാസരിമേ. ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ, നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ഉണർവിൻ ശക്തിയയക്കേണമേ ഈ ശിഷ്യരാസരിമേ. ഉണർവിൻ ശക്തിയയക്കേണമേ ഈ
ശിഷ്യരാസരന്റെ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ ശാശ്വത ശാന്തി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്നാസരന്റെ ശാശ്വത ശാന്തി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്നാസരന്റെ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. 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 Praise the Lord. 1994 ഇന്നേക്ക് 30 വർഷം അല്ലേ? CB മാത്യു തിരുമേനി ഇവാഞ്ചൽ ചർച്ചിൻ്റെ ബിഷപ്പായിരിക്കുന്ന പ്രിയപ്പെട്ട CB മാത്യു തിരുമേനി ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയിരിക്കും, ചത്താലോ അത് ഫലം കായ്ക്കും. വളരെ മനോഹരമായ കെസിക് ആ കൺവെൻഷനിൽ കർത്താവിൻ്റെ പുറത്തേൻ ആ ചിന്ത പങ്കുവെച്ചു. പ്രിയമുള്ളവരെ, അത് ദേശത്തിൻ്റെ വലിയൊരു ഉണർവിന് കാരണമായി തീർന്നു. ആ ഉണർവിൻ്റെ കാറ്റ് ഈ മധ്യ കേരളത്തിൽ നമ്മുടെ ദേശത്തും നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകരെ യേശുവിനെ അറിയാനായിട്ടിടയായി. ആ ഉണർവിൻ്റെ ശക്തി അനേക വർഷങ്ങൾ നീണ്ടു നിന്നു. ദൈവത്തിന് സ്തോത്രം. സെൻറ്റ് പോൾസ് മിഷൻ ഉൾപ്പെടെയുള്ളതായ മിഷണറി സംഘടനകളും ദൈവമക്കളും ദേശത്ത് എഴുന്നേൽപ്പാനായിട്ടിടയായി. ദൈവമക്കളെ പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ആളുകൾ, മുട്ടയിലിരിക്കുന്ന ഒരു പറ്റം ആളുകൾ അന്ന് നമ്മുടെ ദേശത്തുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ഈ കാലയളവിൽ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എവിടെ ഉണർവുണ്ടോ ആ ദേശം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കേരളം അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം 1980കളിലും 70കളിലേക്ക് ആയ ഉണർവുകളാണ്. ഇനി നമുക്കൊരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചാവാറായ ശേഷിപ്പുകൾ ഉണരട്ടെ. നമ്മുടെ ദേശത്തൊരു ആത്മീയമായ ശക്തി വ്യാപരിക്കട്ടെ. നമ്മിലത് വ്യാപരിക്കട്ടെ, എന്നിലത് വ്യാപരിക്കട്ടെ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഭക്തൻ പറഞ്ഞെങ്കിൽ നമ്മിൽ ആ വലിയ ആ വ്യാപാര ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തൊരു ഉണർവുണ്ടാകാൻ വേണ്ടി അല്പനേരം ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്ലപ്ര, ഈ അല്ലപ്രയുടെ പ്രദേശങ്ങൾ അറക്കപ്പടി, വെങ്ങോല, വളയഞ്ചിറക്കര, ചുറ്റുപാടുള്ള പ്രദേശം കർത്താവേ, അല്ല ഞങ്ങളുടെ എറണാകുളം ജില്ല, അല്ല കേരളം, അല്ല കർത്താവേ ഇന്ത്യ മുഴുവൻ ഒരു ആത്മീയ ഉണർവിന് വേണ്ടി ഞങ്ങൾ ഇന്ന് രാത്രി തിരുമുഖത്തേക്ക് നോക്കുകയാണ്. ഞങ്ങളുടെ ദേശത്തെ കടാക്ഷിക്കണമേ. 33 കോടി ദേവന്മാരുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഒരു ഉണർവിന്റെ ശക്തി അയക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കണമേ. പ്രാർത്ഥനാ വീരന്മാരെ എഴുന്നേൽക്കണമേ. ദേശത്തെ ചലിപ്പിക്കുന്ന ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ദേശത്തെ കീഴ്പ്പെടുത്തുന്ന ശക്തന്മാരെ എഴുന്നേൽപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദേശത്തൊരു ഉണർവുണ്ടാകട്ടെ. എത്ര പേരത് കണ്ണുകൊണ്ട് കാണുന്നു? ഹൃദയം തുറന്ന് ഉൾക്കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരു പ്രാർത്ഥനാ വീരന്മാരായി മാറുവാൻ, അനേകർ മാനസാന്തരപ്പെടുവാൻ, നമ്മുടെ ഇടവും വലവും നമ്മൾ ആഗ്രഹിക്കുന്നവർ കടന്നു വന്നൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുവാൻ ഒരു കൊതി ഈ നാളിൽ ഉണ്ടാകട്ടെ. നമ്മളാരും മച്ചിയായി തീരാതെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ പ്രസവിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്യട്ടെ. വേലയുടെ മുഖത്ത് നിൽക്കുന്ന ദൈവം നമ്മെ ബലമുള്ളവരാക്കി മാറ്റട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പിന്നെയും കരങ്ങളടിച്ച് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്നുള്ള പാട്ട് ഒരുമിച്ച് പാടി, കരങ്ങളടിച്ച് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
ഘനമോർത്തിടുമ്പോ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, മകളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, മകളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മണവാളൻ വരും വരമേഘത്തിൽ, മയങ്ങാനിനിയും സമയമില്ല. അന്യകാശത്തിങ്കൽ മഹൽ ദിനത്തിൽ മണവാട്ടിയ നാം പറന്നുപോകും. മണവാളൻ വരും വരമേഘത്തിൽ, മയങ്ങാനിനിയും സമയമില്ല. അന്യകാശത്തിങ്കൽ മഹൽ ദിനത്തിൽ മണവാട്ടിയ നാം പറന്നുപോകും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, ജനമേ ഒരുങ്ങുക. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഹല്ലേലൂയ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകളെ ഭൂമിയിലുള്ളൂ. അതാരാണ്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് ചില പാട്ടിൻ്റെ ഈരടികൾ പാടി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പോവുകയാണ്. ഒരു മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറയാം. ഞാൻ ഈ 666 എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ മേഖല ഭാഗത്ത്. അവിടെ ബിജു എന്ന് പറയുന്നതായ ഒരു മകനെ പരിചയപ്പെടാനായിട്ടിടയായി. അവൻ സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ അട്ടപ്പാടിയിൽ ഓർഫനേജിൽ കുറേ നാളുകളുണ്ടായിരുന്നു. പ്രിയമുള്ളവർ, അവൻ എണിച്ച് നടക്കത്തിൽ 10-21 വയസ്സുണ്ട്. ഒരു പ്രത്യേക രൂപമുള്ളൊരു പയ്യൻ. അവന് ഈ പാട്ട് പാടുമേ, അവൻ സംസാരിക്കത്തില്ല, പക്ഷേ ഈ പാട്ട് പാടുമേ. ഏത് പാട്ട്? കഷ്ടങ്ങൾ സാരമില്ലെന്ന് പാടുമേ എന്ന് കാണിക്കും. വേറെ ഒരു പാട്ട് പാടിയാലും അങ്ങനെ കാണിക്കത്തില്ല. ഞാനൊരു അത്ഭുതമായിട്ട് അത് കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങളൊന്നും സാരമില്ല. സന്തോഷത്തോടെ പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരിലും ആരാധ്യൻ നീ,
രാജാതി രാജാവും നീ, കർത്താതി കർത്താവും നീ, നീ മാത്രം ദൈവം, നിന്നെപ്പോലൊരു ദൈവമില്ല. ആമേൻ. ഇന്ന് രാത്രി ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും. ആമേൻ. നമ്മുടെ ദൈവത്തെ എങ്ങനെ പറഞ്ഞാലും തീരത്തില്ല. അവനെ പോലൊരു ദൈവമില്ലല്ലോ. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതുപോലെ ആ ശക്തിയിൽ ആരാധിക്കണം. കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് എല്ലാം മറന്ന്. നാളെ നമുക്കുള്ളതാണോ അറിയത്തില്ല. കഴിഞ്ഞ 30-ാം തീയതി രാത്രി കിടന്നുറങ്ങിയവർ പ്രഭാതം കണ്ടില്ല. അവരുടെ മുമ്പിൽ ഒരു പ്രഭാതം ഉദിച്ചില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവൻ ചെയ്ത നന്മകളെ, ഉപകാരങ്ങളെ ഓർത്ത് അവനെ നാം ആരാധിക്കണം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ യോഗ്യനായ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സർവശക്തിയോടും സർവബലത്തോടും അവനെ ആരാധിക്കണം. കണ്ണുകളൊക്കെ ഒന്ന് അടിച്ച് ഇടവും വലവും ഒക്കെ ഒന്ന് മറന്ന് തുള്ളിച്ചാടി നമുക്കൊന്ന് ആരാധിക്കാം. ഓരോ ദിവസവും ജീവിതത്തിൽ വിലയേറിയ ദിവസമാണ്. നാളെ നമുക്കുള്ളതോ അറിയത്തില്ല. ഒരു നീലപ്പന്തൽ നമ്മുടെ ജീവിതത്തിൽ ഉയരാൻ സാധ്യതകൾ ഉണ്ട് പ്രിയരെ. അപകടങ്ങൾ അലയടിച്ചുയരുകയാണ്. ദേശത്ത് മുഴുവൻ അസ്വസ്ഥതയാണ്, അരിഷ്ടതയാണ്. നമ്മുടെ കർത്താവ് വരാറായി. ദൈവജനം ദൈവത്തെ ആരാധിക്കുവാൻ ഈ രാത്രി സന്തോഷത്തോടെ ഒരുങ്ങിയാണ്. കരങ്ങളടിച്ച്
നമ്മുടെ കർത്താവിന് മഹത്വം, നമ്മുടെ കർത്താവിന്. നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവമില്ലല്ലോ. ആരാധനയ്ക്ക് അവൻ യോഗ്യനാണ്. 24 മൂപ്പന്മാരും തലയിലിരിക്കുന്ന വിലയേറിയ കിരീടങ്ങൾ താഴെ വച്ചിട്ട് സർവശക്തനായി നമ്മുടെ കർത്താവിനെ ആരാധിച്ചെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ എത്രയധികം ആരാധിക്കണം. എത്രയധികം ആരാധിച്ചാലും ദൈവത്തിന് സ്തോത്രം മതി വരത്തില്ല. എത്രയധികം നമുക്ക് ആരാധിക്കാമോ അത്രയധികം നാം ആരാധിക്കണം. നമ്മുടെ കർത്താവ് ഒരു ആരാധന കൊതിയനായിട്ടല്ല, ആരാധിക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. ചെളിയിൽ കിടന്ന് നമ്മെ വിളിച്ച് പുത്രത്വത്തിന് സ്ഥാനം തന്ന് അപ്പാന്ന് വിളിക്കാൻ അധികാരം തന്നിട്ടുണ്ടെങ്കിൽ അവനെ ആരാധിക്കാൻ നമ്മൾ അർഹതയുള്ളവരാണ്. അല്പനേരം ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുല്യം ചെല്ലാൻ അവനെ പോലെ ആരുമില്ല. അതിന് യോഗ്യതയുള്ളവരാരുമില്ല. പ്രിയമുള്ളവരെ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യേശു കർത്താവാണ്. അവനാണ് തുല്യം ചൊല്ലാൻ. അവൻ മാത്രമേ ഉള്ളൂ. സമമായിട്ടൊന്നുമില്ല. പ്രിയമുള്ളവരെ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. ആരാധന എല്ലാ കരങ്ങളും ഉയരട്ടെ. ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ. ആരാധന 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 അങ്ങേക്ക് എല്ലാ മാനവും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വെക്കുകയാണ്. ഞങ്ങൾ വെറും പൊടികളാണെന്ന് സമ്മതിക്കുന്നു. ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ രാത്രിയിലെ വചനത്തിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കണമേ. ഞങ്ങൾ ഒന്നുമില്ലാത്തവരായാണ് കടന്നു വന്നിരിക്കുന്നത്. നിറച്ച് പറഞ്ഞയക്കണം. അവിടുത്തെ ഭൃത്തിനെ ബലപ്പെടുത്തണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്നിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് ഇപ്പോൾ അവർ പഠിച്ചതായ വേദവചനം പങ്കുവയ്ക്കും. യഹോവയുടെ ബലം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. സദൃശ്യവാക്യം 10:10. മനുഷ്യനിൽ ആശ്രയിക്കുന്നതൊക്കെയും യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സങ്കീർത്തനങ്ങൾ 118:8. ദുഷ്ടന്മാരുടെ മേലാണ് കെണികളെ വർഷിപ്പിക്കും. തീ ഗന്ധകോഷക്കാറ്റ് വരെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. സങ്കീർത്തനങ്ങൾ 11:6. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല. മത്തായി 24:28. I can do everything through him who gives me strength. Philippians 4:30. I will praise you, God, with all my heart. Psalms 138:1. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ മക്കളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായി ദൈവകൃപയിൽ ജീവിപ്പാനിടയാകണം.
ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും പഠിക്കുന്നവരാണല്ലോ. നല്ല വിവേകവും ബുദ്ധിയും പരിജ്ഞാനവും കൊടുത്ത് നീ അവരെ അനുഗ്രഹിക്കണം. അവരുടെ മാതാപിതാക്കന്മാരെയും അനുഗ്രഹിക്കണം. അവർ പഠിക്കുന്ന സ്കൂൾ അവർ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാനിടയാകണം. കർത്താവെ, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വഴിയാത്രയിലെല്ലാം കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചൊവ്വാഴ്ച കൂടി നമുക്ക് കൂട്ടായ്മയായി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴയാണ്. അപ്പോൾ നമുക്കറിയാം, മഴ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല പെയ്യണേ. അപ്പോൾ ഞാനിന്ന് ചിന്തിക്കുകയായിരുന്നു, ഇന്ന് ഈ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ നടുവിൽ കർത്താവ് ആത്മമാരിയായി പെയ്തിറങ്ങുവാൻ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ നടുവിലേക്ക് പെയ്തിറങ്ങുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഓൺലൈനായിട്ട് ശ്രവിക്കുന്ന സഹോദരങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ദൈവവചനവുമായിട്ട് നമ്മുടെ നടുവിലായിരിക്കുന്നത് എത്രയും സ്നേഹബഹുമാനമുള്ള തങ്കച്ചൻ സാറാണല്ലോ. സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സാറ് നമ്മുടെ നടുവിലായിരിക്കുന്നത് ഏറെ സന്തോഷമാണ്. സാറിനെ വളരെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക്, ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഉത്സവങ്ങളുടെ പഠനത്തിൻ്റെ അവസാനത്തെ സെഷനാണ് ഇന്ന്. കഴിഞ്ഞ 6 സെഷനുകൾ വളരെ അനുഗ്രഹകരമായി നടന്നു. 7ാമത്തെ ഉത്സവം ഇന്ന് പാപപരിഹാര പെരുന്നാളിൻ്റെ ദൈവവചന പഠനമാണല്ലോ നമ്മൾ ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് കടന്നു വന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട സാറ് ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കും. Let us have a word of prayer. Our dear gracious Heavenly Father God, we want to thank you for this wonderful time that you have given us. We also want to thank you for everything that you have been taking care of us, Father, from the last evening till now, Father God. We want to thank you for everything. We also thank you for this wonderful fellowship that have been gathered here, and we also pray for all those people, those who are out there serving you, Father God. We also pray for all those missionary and ministries that are serving behind you, Father God. We ask your gracious mighty name to be with them and protect them in every circumstances. And now we are going to learn about your words, Father God. The person who is bringing your word, Father God, you bless him that he may be a channel to a blessing to many, Father God. We ask your gracious mighty presence through him, Father God, that whatever he will say, let your name be glorified. In all this prayer I submit unto your feet. In Jesus' mighty precious name I ask this small prayer. Amen. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മനോഹര ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി സമയം നിങ്ങളോടൊപ്പമായിരിക്കാനായിട്ട് ദൈവം സഹായിച്ച വലിയ കൃപയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓശം പറഞ്ഞതുപോലെ പുറത്ത് നല്ല മഴയാണ്. ഉത്സവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 6 ഉത്സവങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടു. 7ാമത്തെ ഉത്സവമല്ല, 6ാമത്തെ ഉത്സവം. അത് അവസാനമായിട്ട് ചില ക്രമീകരണങ്ങൾ മുഖാന്തരമായിട്ട് ഇന്ന് എടുക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം, സന്ധ്യാവന്ദനം വളരെ വിനയത്തോടെ അറിയിക്കുന്നു. നിങ്ങളെ ആരെയും ഒന്നും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾക്കറിയാൻ പാടില്ലാത്തതൊന്നുമല്ല ഞാനിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന വേദപുസ്തകത്തിൻ്റെ ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ച് ചേർന്നിരിക്കണമേ.
എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടുള്ള നന്ദി വളരെ വിനയത്തോടെ അറിയിക്കുന്നു. 7 പെരുന്നാളുകളിൽ നിങ്ങൾ കേട്ടതുപോലെ പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, അതുപോലെ ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, പെന്തിക്കോസ്തി പെരുന്നാൾ, കാകള പെരുന്നാൾ, 6-ാമത്തെ പെരുന്നാൾ പാപപരിഹാര പെരുന്നാൾ, 7-ാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാൾ. ബാക്കിയുള്ള 6 പെരുന്നാളുകളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ഇവിടെ ചിന്തിച്ചു. ഈ 6-ാമത്തെ പെരുന്നാൾ പാപപരിഹാര പെരുന്നാളാണ്. ആ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം, അന്നേ ദിവസം പാപത്തിന് പരിഹാരമുണ്ടാകും, പ്രായശ്ചിത്തമുണ്ടാകും. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിൻ്റെ അല്പ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് കൊണ്ടുവന്ന് ക്രൂശിൽ അവസാനിപ്പിക്കാം നമുക്ക്. അപ്പോൾ പാപപരിഹാര പെരുന്നാളിനെ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മളായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അവൻ്റെ കൃപയല്ലാതെ നമുക്കൊന്നുമില്ല. ഇന്ന് സംസാരിക്കുമ്പോൾ ദൈവാത്മാവിൽ സംസാരിപ്പാൻ, ദൈവം ചിലത് എൻ്റെ നാവിലൂടെ നിങ്ങളോട് സംസാരിപ്പാനൊക്കെയുമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളിൽ ഒരുവനാണ് ഞാൻ. എനിക്ക് പ്രത്യേകതയൊന്നും ഉണ്ടായതുകൊണ്ടല്ല. ഇന്ന് കർത്താവ് അവൻ്റെ കൃപയാൽ എന്നെ ഇവിടെ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. രക്തത്തിൻ്റെ ശക്തി ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കട്ടെ. വചനത്തിൻ്റെ ശക്തി ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കട്ടെ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായി സ്വർഗീയ പിതാവേ, ഈ മനോഹര ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുറന്നുള്ള നിമിഷങ്ങളിൽ നീ വ്യക്തിപരമായി ഇവരോട് സംസാരിക്കുമാറാകണമേ. നിന്റെ ക്രൂശിലെ യാഗത്തിൻ്റെ മഹത്വം ഇന്ന് വെളിപ്പെടുവാൻ തക്കണം ഇടയാകണമേ. നിന്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുവാൻ ഇടയാകണമേ. അപ്പാ, തുറന്നുള്ള നാളുകളിൽ വളരെ സ്നേഹത്തോടെ ഉത്സാഹത്തോടെ ക്രൂശിനോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കായി സ്തോത്രം. കർത്താവേ, അടിയൻ്റെ തലമേൽ നിന്റെ മുറിഞ്ഞ കരമിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ചോദിക്കുന്നത് കൃപയോടെ കേട്ട് ഉത്തരമെല്ലാം മറാഖണമേ. ആമേൻ. ഞാൻ ഒരു ക്രമത്തിൽ വന്നിട്ട് ക്രമത്തിൽ അങ്ങ് അവസാനിപ്പിക്കും. പാപപരിഹാര പെരുന്നാൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മാസങ്ങളിൽ 7-ാം മാസം 10-ാം തീയതി യെരൂശലേം ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന, അല്ലെങ്കിൽ സമാപന കൂടാരമാണെങ്കിൽ അവിടെ വെച്ച് നടത്തപ്പെട്ട ഒരു പെരുന്നാളാണ് ഈ പാപപരിഹാര പെരുന്നാൾ എന്ന് പറയുന്നു. അന്ന് ജോസിഫിയസ് പോലെയുള്ള ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്ന 18 ലക്ഷത്തോളം ജനങ്ങൾ അന്ന് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമായിരുന്നു എന്നാണ്. അന്ന് ഒരു ശാബത്ത് ദിവസമായിരിക്കും, അല്ലെങ്കിൽ അന്ന് വേലയൊന്നും ചെയ്യാൻ പാടില്ല. വേല ചെയ്താൽ അത് കൊല്ലപ്പെടുന്ന, അവനെ കൊന്നുകളയണമെന്ന നിയമമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പാപപരിഹാരത്തിനായിട്ട് ദേവാലയത്തിലേക്ക് വരും. പാപപരിഹാരം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. സങ്കീർത്തനം 32:1 പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാണ്. അവനാണ് ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പലവിധ ഭാഗ്യവാന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളും പലരെക്കുറിച്ചും ഭാഗ്യവാനെന്ന് പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ എത്രയോ ഭാഗ്യവാന്മാരെന്ന് നമ്മൾ ചിന്തിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാനൊരു തവണ പേപ്പർ വായിച്ചപ്പോൾ ഒരു മനുഷ്യൻ 500 രൂപയുമായിട്ട് രാവിലെ പച്ചക്കറി മേടിക്കാൻ പോയതാണ്. അപ്പോൾ പച്ചക്കറി മേടിക്കാനായിട്ട് രാവിലെ ആയതുകൊണ്ട് അവിടെ ചെന്ന് കുറച്ച് പച്ചക്കറി മേടിച്ചു. പക്ഷേ ഈ 500 നോട്ട് കൊടുത്തപ്പോൾ അതിന് ചില്ലറയില്ല. ഈ മനുഷ്യനാണ് ഈ പച്ചക്കറി മേടിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ജോലിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ പറഞ്ഞു എങ്ങനെ ചില്ലറ കിട്ടും? അപ്പോൾ അടുത്തൊരു ലോട്ടറി കടയുണ്ട്, അവിടെ പോയി അവർ ചില്ലറ തരുമായിരിക്കും. കാരണം കാലത്തൊക്കെ വന്ന് പണിക്കാരൊക്കെ വന്ന് ലോട്ടറി വാങ്ങിച്ച് പോകുന്നതല്ലേ. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ചില്ലറയില്ല, 300 രൂപയുടെ ബമ്പറുണ്ട്, ഇന്ന് ഉച്ച കഴിഞ്ഞാൽ എടുക്കുന്നത്, അത് എടുക്കുകയാണെങ്കിൽ ബാക്കി 200 രൂപ തരാമെന്ന് പറഞ്ഞു. പുള്ളി ഒന്ന് ശങ്കിച്ച് നിന്ന്. ലോട്ടറി എടുക്കുന്ന ശീലമേ ഇല്ല. ഞാൻ പേപ്പറിൽ വായിച്ച കാര്യമാണ് പറയുന്നത്. ലോട്ടറി എടുക്കുന്ന ശീലമേ ഇല്ല. ഇത് എന്താ പറയുക, പെട്ടെന്ന് പോവാൻ വേണം, പൈസ കൊടുക്കണം, നിവൃത്തിയില്ല. ഞാൻ മനുഷ്യനാ ടിക്കറ്റ് എടുത്തു. 12 കോടിയാണെന്നാണ് എനിക്ക് തോന്നണേ. ഉച്ച കഴിഞ്ഞ് ലോട്ടറി അടിച്ചപ്പോൾ ആ മനുഷ്യനും ഞെട്ടിപ്പോയി. കാരണം അന്നത്തെ ലോട്ടറി 12 കോടി ആ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഭാഗ്യവാനല്ലേ? ഭാഗ്യവാനാണെന്ന് തോന്നിയാക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ആ പ്രിയപ്പെട്ടവനും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ സ്വർഗരാജ്യത്ത് നരകത്തിലേ എത്തത്തുള്ളൂ. ഞാനിങ്ങനെ പറയട്ടെ,
അതുകൊണ്ടാണല്ലോ ഞാൻ കളപ്പുര പൊളിക്കും, പണിയും, ആശ്വസിക്കും, തിന്നും കുടിക്കും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനോട് പറഞ്ഞ്, എടാ പോഷ, ഇന്ന് നിന്റെ ആത്മാവിനെ ഞാനങ്ങ് എടുത്താൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണെങ്കിൽ ഭാഗ്യവാൻ. കാരണം എപ്പോൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടാലും സ്വർഗരാജ്യത്തിലെത്തും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനം മുഴുവനും, എല്ലാ ഇസ്രായേൽ ജനവും പാപപരിഹാര പെരുന്നാൾ ദിവസം യെരൂശലേം ദേവാലയത്തിലെത്തുമായിരുന്നു. അതവിടെ നിൽക്കട്ടെ, പെരുന്നാളിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അല്പം പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പശ്ചാത്തലമാണ്, എങ്കിലും അതിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദമിനെ സൃഷ്ടിച്ചു. ആദമിനെ സൃഷ്ടിച്ചിട്ട് അവൻ ഏകനായിരിക്കും, നല്ലതല്ലെന്ന് കണ്ടിട്ട് ഹവ്വായെ കൂടെ ആദമിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു കൊടുത്തു. സന്തോഷത്തോടെ കഴിയുകയാണ്, തേജസ്സിൽ കഴിയുകയാണ്. പ്രിയമുള്ളവരെ, സ്തോത്രം. കൃപയാൽ തേജസ്സിൽ നിറഞ്ഞ്, പ്രിയമുള്ളവരെ, ലജ്ജയില്ലാതെ ധൈര്യത്തോടെ ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവിക കൂട്ടായ്മയിൽ അവർ കഴിയുകയാണ്. തോട്ടത്തിനകത്ത് പല വൃക്ഷാദികളുണ്ട്, ഇഷ്ടം പോലെ ഭക്ഷിക്കാം, ശുദ്ധമായ വെള്ളമുണ്ട്. വൈകുന്നേരം ദൈവം വരും, ദൈവം വിളിക്കും, ദൈവത്തോടു കൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവിക കൂട്ടായ്മയിൽ സന്തോഷത്തോടെ കഴിയും. അങ്ങനെ സമാധാനത്തോടെ കഴിയുമ്പോൾ ശത്രു കടന്നു വന്നു. അവരോട് ചോദിച്ചു, ഈ തോട്ടത്തിനകത്തുള്ള എല്ലാ വർഷത്തിനും ഫലം നിങ്ങൾക്ക് തിന്നാമോ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ ഭാഗം ഞാൻ വിശദീകരിച്ച് പറയുകയല്ല. എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം ഞങ്ങൾക്ക് തിന്നാം, പക്ഷേ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം, തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. തിന്നാൽ ആ നാളിൽ നിങ്ങൾ മരിക്കുമെന്ന കൽപ്പനയുമുണ്ട്. അപ്പം ശത്രു പറഞ്ഞു, തിന്നരുത്, തൊടരുതെന്നും കൂടെ പറഞ്ഞു. അത് പോട്ടെ, അത് നമ്മുടെ ആ വിഷയം പോട്ടെ. ഞാനിങ്ങനെ പറയട്ടെ, ശത്രു പറഞ്ഞു, നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കുകയല്ല, നന്മതിന്മയെക്കുറിച്ച് അറിഞ്ഞ് നിങ്ങളുടെ കണ്ണുകൾ തുറന്നിട്ട് നിങ്ങൾ ദൈവത്തെ പോലെയാകും. പ്രൈസ് ദി ലോർഡ്. അത് അവളതനുസരിച്ചു, പഴം പറിച്ച് തിന്നു. തേജസ് നഷ്ടപ്പെട്ടു പോയി, നഗ്നത എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പം നിങ്ങൾക്കറിയാം, വെറും ഒരു പഴം പറിച്ച് തിന്നതല്ല പാപം. പിന്നെയോ ദൈവം പറഞ്ഞതിനെ നിരസിച്ചിട്ട് ശത്രു പറഞ്ഞതിനെ ഏറ്റെടുത്തു. ദൈവത്തെ അവിശ്വസിച്ചിട്ട് ശത്രുവിനെ വിശ്വസിച്ചു, അതാണ് പാപം. തേജസ് നഷ്ടപ്പെട്ടു പോയി. ഉടനെ പോയി അത്തിയില കുട്ടിത്തുന്നി നാണം മറയ്ക്കാൻ ശ്രമിച്ചെന്ന് വേദപുസ്തകത്തിലുണ്ട്. വെയിലുദിച്ചപ്പോൾ വാടിപ്പോയി. വീണ്ടും പോയി അത്തിയില കൂട്ടിക്കൊണ്ടുവന്ന് പറിച്ചെടുത്തു കൊണ്ടുവന്ന് തുന്നി നാണം മറയ്ക്കാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സ്തോത്രം. അതും വാടിപ്പോയി. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ലോകത്ത് മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും പര്യാപ്തമാവുകയില്ലെന്ന് അന്നേ തെളിയിക്കപ്പെട്ടതാണ്. നഗ്നത മാറ്റാൻ മനുഷ്യന് കഴിയത്തില്ല, ലജ്ജ മാറ്റാൻ മനുഷ്യന് കഴിയത്തില്ല, പാപത്തെ മാറ്റാൻ ഒരു മനുഷ്യനും സ്വന്തം പ്രയത്നത്താൽ കഴിയില്ല. ദൈവം കൃപയാൽ ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിനറിയാം, അനുസരണക്കേട് കാണിച്ചു, പാപം ചെയ്തു, ശത്രുവിനെ അനുസരിച്ചു, എല്ലാം അറിയാം. കടന്നു വന്നിട്ട് അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് രക്തം വാർന്നൊലിക്കുന്ന അതിൻ്റെ തോലുകൊണ്ട് പെർമനൻ്റായി ഒരു തുകൽ വസ്ത്രം അവർക്ക് ദൈവം കൽപ്പിച്ചു കൊടുത്തു. ആദ്യമായിട്ട് പാപം സംബന്ധിച്ച് രക്തമൊഴുക്കിയത് ഏദൻ തോട്ടത്തിൻ്റെ അകത്താണ്. ആ മൃഗം ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഇതെല്ലാം നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ വിഷയത്തിലേക്ക് വരട്ടെ. ഇവരെ സ്വർഗത്തിലെ ദൈവം ഇവരെ ഏദൻ തോട്ടത്തിൽ നിന്ന്, പർദീസായിൽ നിന്ന് പുറത്താക്കി. അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ ഒരുമിച്ച് പോവുകയില്ല. പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ പാപിയായിരിക്കുന്ന, ലജ്ജിതരായിരിക്കുന്ന, അനുസരണക്കേട് കാണിച്ച മനുഷ്യർക്ക് കഴിയുക സാധ്യമല്ലാത്തതിനാൽ സ്വർഗത്തിലെ ദൈവം ആദിമ മനുഷ്യരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ മനുഷ്യൻ ഏദൻ തോട്ടത്തിൻ്റെ പുറത്തും, ദൈവം ഏദൻ തോട്ടത്തിൻ്റെ അകത്തും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എന്താ കാര്യം?
എന്തേ പുറത്താക്കാൻ കാരണം? മനുഷ്യൻ പാപം ചെയ്തു. ഇനി ഒരു ചോദ്യം, ഇവരെന്നെങ്കിലും ഇനി ഏദൻ തോട്ടത്തിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവര് വേദപുസ്തകത്തിൽ നിങ്ങൾ സന്താനപുഷ്ടിപിള്ളാരായി ലോകമെങ്ങും നിറയുവിനെന്ന് കൽപ്പനയുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇവർക്ക് മക്കളുണ്ടായത് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടതിന് ശേഷം, ഏദൻ തോട്ടത്തിന് പുറത്തായതിനു ശേഷമാണ്. അവിടെ മക്കളുണ്ടായി പെറ്റുപെരുകി. ഏദൻ തോട്ടത്തിൻ്റെ പുറത്ത് മനുഷ്യൻ പെറ്റുപെരുകുകയും, അവർ ചിലപ്പോൾ പള്ളി പണിയിച്ചിട്ടുണ്ടാകാം, അവർ കൺവെൻഷൻ നടത്തിയിട്ടുണ്ടാകാം, അവിടെ കുർബാന ഉണ്ടാകാം. മീൻസ് എല്ലാ ആത്മീയ ശുശ്രൂഷകളും, കുർബാന എന്ന വാക്ക് പോട്ടെ, അവിടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളും അവർ നടത്തിയിട്ടുണ്ടാകാം, അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, അവർ ഉപവസിച്ചിട്ടുണ്ടാകാം. അവർ ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുമോ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? അവരെ ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് കയറ്റണമെങ്കിൽ പുറത്തായതിൻ്റെ കാരണത്തിന് പരിഹാരമുണ്ടാകണം. പുറത്തായതിന് കാരണം പാപമാണെങ്കിൽ ആ പാപം മായ്ക്കപ്പെടാതെ പുറത്തുള്ള ഒരു കലാപരിപാടിയും ദൈവസന്നിധിയിൽ എത്തുകയില്ല, അവനകത്ത് കയറത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെ അകത്തവരെ കയറ്റാമെന്നാണ് ദൈവത്തിൻ്റെ ചിന്ത. കാരണം ദൈവം എന്നെയും നിങ്ങളെയും ഒത്തിരി സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപം ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിയെങ്കിലും ദൈവത്തിൻ്റെ ചിന്ത നമ്മെ കൈവിടാനല്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ വീണ്ടും വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുട്ടിയതുകൊണ്ടല്ലേ പലരും ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം ഒന്ന് മുട്ടി. നമ്മൾ വാതിലടച്ചില്ലേ പല പ്രാവശ്യവും? എത്രയോ പ്രാവശ്യം വാതിലടച്ചു. കർത്താവ് തൻ്റെ കൃപയാൽ വാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഈ ഏദൻ തോട്ടത്തിൻ്റെ അകത്തേക്ക് എങ്ങനെ മനുഷ്യനെ കയറ്റാം? അതിന് ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. ഒരേ ഒരു വ്യവസ്ഥ. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാൽ. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പ്രൈസ് ദി ലോർഡ്. രക്തം ചൊരിയപ്പെടാതെ പാപത്തിന് പരിഹാരമില്ലെന്ന് വേദപുസ്തകം പ്രസ്താവിക്കുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. അത് സംഭവിച്ചാൽ ഈ പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തേക്ക് കയറാം. അങ്ങനെ എന്നെങ്കിലും അകത്ത് കയറിയാൽ അതിൻ്റെ പേരാണ് വീണ്ടും ജനനം. അത് സംഭവിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇപ്പൊ പുറത്ത് കിടന്നുള്ള കലാപരിപാടിയല്ല. അത് നിങ്ങൾക്കറിയാം, എന്നേക്കാൾ കൂടുതൽ അറിയാം. അത് ഞാനൊന്ന് ഊന്നി പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഈ നിങ്ങൾക്കറിയാമെങ്കിലും ചോദിക്കുകയാണ്, മനുഷ്യൻ പാപം ചെയ്ത് പാപിയായതാണോ, പാപി ആയതുകൊണ്ട് പാപം ചെയ്യാണോ? മനുഷ്യൻ പാപം ചെയ്ത് പാപിയായതാണോ, പാപി ആയതുകൊണ്ട് പാപം ചെയ്യാണോ? നിങ്ങൾക്കറിയാം, മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപം ചെയ്യുകയാണ്. പാപിയായതുകൊണ്ട് പാപം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ ഒരു ത്വര. ഇപ്പം ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന, ഈ പ്രസംഗിക്കുന്ന എനിക്ക് നിങ്ങൾക്കൊക്കെ പാപം ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട്. ഈ മാംസം മുഴുവൻ, ഈ ജഡം മുഴുവൻ പാപം ചെയ്യാൻ ആസക്തി ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉപവസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ജഡത്തെ അങ്ങ് ക്ഷീണിപ്പിച്ചിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ പ്രാർത്ഥനയാൽ ശക്തിപ്പെട്ടിട്ട് ഈ പുറത്തെ മനുഷ്യൻ ക്ഷീണിക്കും. അകത്തെ ജഡീക തങ്കച്ചൻ തോറ്റിട്ട് അകത്തെ ആത്മീയ തങ്കച്ചൻ ശക്തി പ്രാപിക്കുന്നതാണ് ഉപവാസത്തിലൂടെയൊക്കെ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഈ ഒരു മത്സരമാണ് ക്രിസ്ത്യ ജീവിതമെന്നും അറിയാം. ഞാനിന്ന് രാത്രി പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അപ്പോൾ ഈ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ
വിമോചനമില്ല എന്ന വ്യവസ്ഥ അനുസരിച്ച് ആദ്യമേ ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് രക്തം ചൊരിയപ്പെട്ടു. ആ രക്തം അവരുടെ നഗ്നത തൽക്കാലത്തേക്ക് മാറ്റി. അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി, അവർ പുറത്ത് കഴിയുകയാണ്. ഈ സംഗതി രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന ഈ കാര്യം പഴയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശുശ്രൂഷ തീരും. പഴയ നിയമത്തിൽ സംഭവിക്കുന്നത് പാപപരിഹാര പെരുന്നാൾ ദിവസമാണ്. അത് പൂർത്തീകരിക്കപ്പെടുന്നത് കാൽവരിയിലാണ്. ഞാൻ ഇത്ര നേരം അതിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അനവധിയായ കുറവുകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് നമ്മൾ വരും, അത് നമ്മൾ ചിന്തിക്കും. ഞാൻ എൻ്റെ പഴയ നിയമ കാര്യത്തിലേക്ക് വരട്ടെ. എന്താണ് പഴയ നിയമം, എന്താണ് പുതിയ നിയമം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഈ ഇത് ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ക്ലാസ് എടുത്തിട്ടുണ്ട് ധ്യാനത്തിനൊക്കെ. ഒരു 95% ഈ ക്രിസ്തീയ വിഭാഗത്തിനും അറിഞ്ഞുകൂടാ. ക്രിസ്ത്യാനിയാണ്, പക്ഷെ അവർക്ക് ഇതിൻ്റെ കാര്യം ഒന്നും അറിഞ്ഞുകൂടാ. എന്തിനാണ് ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത്, മനുഷ്യനായി പിറന്നത്, എന്തിനാണ് ക്രൂശിൽ യാഗമായി തീർന്നത്, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കെന്ത് പ്രയോജനം കിട്ടിയെന്നൊന്നും അനേക പ്രിയപ്പെട്ടവർക്ക് അറിഞ്ഞുകൂടാ. 90% ക്രൈസ്തവർക്കും അറിഞ്ഞുകൂടാ. ഇനി കൂട്ടായ്മ കൂടി നടക്കുന്നവർക്ക് പോലും വ്യക്തമല്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ക്രിസ്തു മനുഷ്യനായി പിറന്നത്, എന്തിനാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്, ക്രിസ്തു ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്താണെന്നൊക്കെ ചോദിച്ച് പലർക്കും പറയാൻ പറ്റുന്നില്ല. ഞാനതൊരു കുറവായിട്ടോ അല്ലെങ്കിൽ ഇതായി നെഗറ്റീവായിട്ട് പറയുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ബേസിക്കാണ്. ഇത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വേദപുസ്തകത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇത് ചിന്തിക്കാതെ, ഇത് മനസ്സിലാക്കാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. ഇത് മനസ്സിലാക്കാതെ ഒരു ആരാധനയില്ല. ഇത് മനസ്സിലാക്കാതെ സ്തുതിയോ സ്തോത്രമോ പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പഴയ നിയമകാലത്ത് എങ്ങനെയാണ് പാപപരിഹാരം നടന്നത്, അതിൻ്റെ കുറവുകൾ എന്തായിരുന്നു, ക്രൂശിലേക്ക് വന്നപ്പോൾ അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ സാധ്യത എന്തായിരുന്നു, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 7-ാം മാസം 10-ാം തീയതി ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ ദേശത്തിൻ്റെ നാനാഭാഗത്തുമുള്ള യഹൂദന്മാർ മൃഗങ്ങളുമായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് വരും. അവരുടെ കയ്യിലൊക്കെ ഒരു കയറുണ്ടാകും. സ്തോത്രം. നമ്മളൊക്കെ വേദോസം പിടിച്ചോണ്ടാണ് ദേവാലയം, നമ്മൾ വേദോസം പിടിക്കാറില്ല. വേദോസം പിടിച്ചോണ്ടാണ് ഇപ്പം ഇന്ന് കൂട്ടായ്മയ്ക്ക് വന്നത്. അവർ യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുന്നത് ഒരു കയറും പിടിച്ചോണ്ടായിരിക്കും. കയറിൻ്റെ അറ്റത്ത് ഒരു മൃഗമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? മൃഗമുണ്ടാകും. അറ്റത്തൊക്കെ പണമുള്ളവൻ്റെ കയറിൻ്റെ അറ്റത്ത് വലിയൊരു കാളയും, അതിനേക്കാൾ അല്പം കൂടെ പൈസ ഒക്കെ കുറഞ്ഞവൻ്റെ കയ്യിൽ ഒരാടും, തീരെ നിവൃത്തിയില്ലാത്തവൻ എവിടെയെങ്കിലും നിന്ന് ഒരു പ്രാവിനെയും പിടിച്ചു കൊണ്ടുപോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിന് പരിഹാരമില്ല. അതുവരെ സംഭവിച്ച പാപത്തെക്കുറിച്ചുള്ള മനസ്സാക്ഷിക്കുത്ത് നിമിത്തം ന്യായവിധിയുടെ വാളിങ്ങനെ തലയ്ക്ക് മുകളിൽ കിടക്കുക. ആ മനസ്സാക്ഷിക്കുത്ത് നിമിത്തം ഇവർ മൃഗങ്ങളുമായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് വരും. അപ്പം ഈ ചിലർക്ക് ഇപ്പോൾ അല്പം പണമുള്ളവർക്കും പിന്നെ ദൂരദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ മൃഗങ്ങളൊക്കെ ആയിട്ട് വരാനായിട്ടൊരു ഷെയിമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലർക്ക് വേദോത്സവം കൊണ്ടൊക്കെ കൂട്ടായ്മയ്ക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പിടിച്ച് ബസ്സിലൊക്കെ കയറി എങ്ങനെയാണെന്നൊരു ചിന്ത. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് കൂട്ടിലൊക്കെ പൊതിഞ്ഞ് ഇല്ലേ, ഞാൻ കുഴപ്പമൊന്നുമല്ല പറയുന്നു. അപ്പം ഇങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോൾ, കാളയും കൊണ്ടൊക്കെ പോകുമ്പോൾ ജാതികളായിരിക്കുന്നവർ പറയും, ദേ ഒരു പാപി, മഹാപാപി പോവുക, അവനെ യെരൂശലേം ദേവാലയത്തിൽ ചെന്ന് രക്തമെടുക്കാൻ പോവുക, എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ അഭിമാനമുള്ളവരും കുടുംബക്കാരും എന്നൊക്കെ പറയുന്ന കുറേ പാരമ്പര്യമുള്ളവരൊക്കെ വിചാരിച്ച് ഇത് ദേവാലയത്തിൽ ചെന്ന പണം കൊടുത്താൽ കിട്ടൂലോ. ഇങ്ങനെ ആവശ്യക്കാർ കൂടി വന്നപ്പോൾ കച്ചവടം തകൃതിയായിട്ട് നടന്നു. 10 മടങ്ങ് വില കൊടുത്താണ് അവിടെ മൃഗങ്ങളെയും പറക്കളെയും ഒക്കെ വിറ്റുകൊണ്ടിരുന്നത്. അവിടെയാണ് കർത്താവ് ചെന്നിട്ട് പീഠങ്ങളെ മറിച്ചിട്ട്
പ്രിയമുള്ളവരെ, സ്തോത്രം. ഒരു കയർ കൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കിയ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കരുത് എന്ന് പറഞ്ഞ് സകലരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. ഞാനിങ്ങനെ ഓർക്കുകയാണ്, അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അഭിമാനിച്ചിരുന്ന പ്രിയപ്പെട്ടവർക്ക് ആ തേജസ്സിൻ്റെ മുന്നിൽ നിൽക്കാൻ, ആ തീക്ഷ്ണതയുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. കേവലം യഹൂദനായിരിക്കുന്ന ഒരു യൗവനക്കാരനായിരിക്കുന്ന അവൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യെരൂശലേം ദേവാലയത്തിലേക്ക് മൃഗങ്ങളുമായിട്ട് വരികയാണ്. ചുരുക്കി പറയണം, സമയത്ത് അവസാനിപ്പിക്കണം. അപ്പോൾ ഈ കടന്നു വരുന്നവർ, ഞാൻ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ഇതിൻ്റെ വിവരണം കൊടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ജ്യൂസ് മാത്രം എടുത്ത് സംസാരിക്കുകയാണ്. ഒത്തിരി ശുശ്രൂഷകളുടെ നടപടിക്രമങ്ങൾ അവിടെയുണ്ട്. അതിൽ നിന്ന് ജ്യൂസ് മാത്രം എടുത്ത് സംസാരിക്കും. അവിടെ കൊണ്ടുവരപ്പെട്ട ആടുകളിൽ നിന്ന്, കോലാട്ടുകൊറ്റന്മാരിൽ നിന്ന് 2 എണ്ണത്തിന് ആ വർഷത്തെ മഹാപുരോഹിതൻ, ഇപ്പം സമാപന കൂടാരത്തിലൊക്കെ ചകരവൻ, അപ്പോൾ ആ വർഷത്തെ മഹാപുരോഹിതൻ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കും 2 കോലാട്ടുകൊറ്റന്മാരെ. ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ക്രൂശിലേക്ക് വരും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ള ശുശ്രൂഷകളെ അവഗണിച്ചിട്ട് ഞാനിതിലേക്ക് വരുന്നത്. ഇത് നമ്മൾ പാപപരിഹാര പെരുന്നാൾ ദിവസം നടക്കുന്ന കാര്യമായി പറയുന്നത്. ഈ 2 കോലാട്ടുകൊറ്റന്മാരെങ്ങ് തെരഞ്ഞെടുത്തിട്ട് അതിലൊന്നിനെ അസസ്സേലിൻ്റേതെന്നും ഒന്നിനെ ദൈവത്തിൻ്റേതെന്നും ചീട്ടിട്ട് വേർതിരിക്കും. ഈ അസസ്സേൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്കേപ്പ് ഗോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യാത്തവൻ്റെ മേൽ കുറ്റം ചുമത്തപ്പെടുന്ന, അങ്ങനെയുള്ളൊരു എന്ന് പറഞ്ഞ നിരപരാധിയുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടവൻ. അതിൻ്റെ എബ്രായ ഭാഷ, ഒരു എബ്രായ വാക്കിൻ്റെ അർത്ഥം, അതിൽ കൊടുത്തിരുന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ട കോലാടെന്നാണ്. അപ്പം ചില വെർഷനിലൊക്കെ ഞാൻ കണ്ടു ശത്രു, അല്ലെങ്കിൽ എന്നാ പറയുക, പിശാച്, ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടു. അത് ശരിയായ ഒരു അർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എൻ്റെ അർത്ഥം. അസസ്സൽ എന്ന് പറയുന്ന വാക്കിൻ്റെ ആടിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യാതെ കുറ്റം ചുമത്തപ്പെട്ടവൻ, നിഷ്കളങ്കനായിരിക്കുന്നതിൻ്റെ മേൽ അന്യരുടെ കുറ്റം ചുമത്തപ്പെടുക. പ്രൈസ് ദി ലോർഡ്. സ്കേപ്പ് ഗോട്ട്. ഈ ആടിനെ കൊണ്ടുവന്ന് ആ വർഷത്തെ മഹാപുരോഹിതൻ ഈ ജനങ്ങളുടെ മുമ്പാകെ അങ്ങ് നിർത്തും. എന്നിട്ട് ഈ ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ആവഹിച്ചെടുത്തിട്ട് ഈ ആടിൻ്റെ തലമേൽ ചുമത്തും. പ്രൈസ് ദി ലോർഡ്. ഒരു കുറ്റവും ചെയ്യാത്ത നിഷ്കളങ്കനായിരിക്കുന്ന എന്ന്, അതൊരാടാണെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങ് പറയുകയാണ്. അതിൻ്റെ മേൽ ലോകത്തിൻ്റെ മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു. അവിടെ ക്രമീകരണമുണ്ട്. ചില ആൾക്കാരെയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ആടിനെ ഒരു മരുഭൂമിയിൽ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴത്തേക്ക് തള്ളിയിടും. ഈ ആട് എന്നേക്കുമായിട്ട് പാപം ചുമന്നുകൊണ്ടുപോകും. പിന്നെ തിരികെ വരികയല്ല. അസസ്സേൽ എന്ന് പറയുന്ന ആട് ജനത്തിൻ്റെ പാപം ചുമന്നുകൊണ്ടുപോയി. വേറൊരാടിൻ്റെ പേര്, 2ാമത്തെ ആട് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വേർതിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. 2 ആടുകളെ കൊണ്ടുവന്നിട്ട് ഒന്നിനെ അസസ്സലിൻ്റെതൊന്നും ഒന്നിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടും. ഈ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ യെരൂശലേം ദേവാലയത്തിൻ്റെ പ്രാകാരത്തിലുള്ള യാഗപീഠത്തിൽ വെച്ച് അറുക്കും. അറുത്തിട്ട് അതിൻ്റെ രക്തം ഒരു കൈയിലും മറുകൈയിൽ ധൂപകലശവുമായിട്ട് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലും. നിങ്ങൾക്കറിയാം, പഴയ നിയമവ്യവസ്ഥ അനുസരിച്ച് മഹാപുരോഹിതന് മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ അവകാശമുള്ളൂ. ഇനി എന്താണ് പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ നിങ്ങൾക്കറിയാലോ. എന്താണ് പഴയ നിയമം, എന്താണ് പുതിയ നിയമം? ക്രിസ്തുവിന് മുമ്പുള്ളൊരു നിയമം, ക്രിസ്തുവിന് ശേഷമുള്ളൊരു നിയമം. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ ചോദിക്കാറുമുണ്ട്.
ഒരു നിയമം നിലനിൽപ്പുണ്ട്, പഴയ നിയമം ഇല്ലേ? പഴയ നിയമം ഉണ്ടായിരുന്നു. ഒരു നിയമം നിലനിൽക്കുമ്പോൾ വേറൊരു നിയമം എന്തേ കൊണ്ടുവന്നത്? ഒരു നിയമം നിലനിൽക്കുമ്പോൾ എന്തേ വേറൊരു നിയമം കൊണ്ടുവന്നത്? പാർലമെന്റിൽ, നിയമസഭയിലൊക്കെ നിയമം അമെൻഡ് ചെയ്യും ഇല്ലേ? അംബേദ്കറൊക്കെ ടീമുണ്ടാക്കിയ നിയമങ്ങൾ പലതും അമെൻഡ് ചെയ്തു, പലതും കാലാനുസൃതമായിട്ട് അതിന് വ്യത്യാസങ്ങൾ വന്നു. പഴയ നിയമം പര്യാപ്തമല്ലാത്തതിനാൽ, പഴയ നിയമത്തിന് ചില കുറവുകൾ ഉള്ളതിനാൽ ക്രിസ്തു തൻ്റെ ശരീരമെന്ന തിരശ്ശീല ചീന്തി ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എന്താണ് പഴയ നിയമം, എന്താണ് പുതിയ നിയമം, എന്താണ് വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ ഞാൻ സിമ്പിളായിട്ട് അങ്ങ് പറയാം. പഴയ നിയമം പ്രവൃത്തിയാൽ രക്ഷ, പുതിയ നിയമം വിശ്വാസത്താൽ രക്ഷ. അതാണ് അതിൻ്റെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. പഴയ നിയമം പ്രവർത്തിച്ചാൽ രക്ഷ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രവൃത്തിയില്ല, കൃപയാൽ പ്രവർത്തിച്ചതിലുള്ള വിശ്വാസം. അപ്പോ ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലും. യെരൂശലേം ദേവാലയത്തിന് 3 ഭാഗങ്ങളുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലം ഒരു കർട്ടൻ കൊണ്ട് മറച്ചിട്ടുണ്ടാകും. അതിപരിശുദ്ധ സ്ഥലം അതിനേക്കാൾ കട്ടിയുള്ള ഒരു കർട്ടൻ കൊണ്ട് മറച്ചിട്ടുണ്ടാകും. ഈ മഹാപുരോഹിതൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയാണ്. കാരണം ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധിയില്ലേൽ അവിടെ മരിച്ചു വീഴും. അതുകൊണ്ട് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ടാറ്റ പറഞ്ഞൊക്കെ പോകുന്നേ. ഈ അകത്തെങ്ങാനും മരിച്ചു വീണ ആർക്കും കയറി എടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഒരു തൊങ്ങല്, ഒരു കയറ് ആ തൊങ്ങലിൻ്റെ അറ്റത്ത് കെട്ടി പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാകും. കുറേ കഴിയുമ്പോൾ വൈകി കഴിയുമ്പോൾ ഒന്ന് വലിച്ചു നോക്കും. അകത്തേക്ക് വലിച്ച് തിരിച്ച് വലിവുണ്ടെങ്കിൽ ജീവനുണ്ട്, ഇല്ലെങ്കിൽ പുറത്ത് വലിച്ചിടും. അങ്ങനെ വലിച്ചിട്ട ചരിത്രമൊന്നും അല്ലെങ്കിൽ അക്കാര്യമൊന്നും വേദപുസ്തകത്തിലില്ല. എന്തായാലും പ്രൈസ് ദി ലോർഡ്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലും. ഇപ്പം ഒരു കയ്യിൽ രക്തമുണ്ട്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഒരു മൃഗം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ മാനവജാതിക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ജനത്തിനു വേണ്ടി ഒരു കുഞ്ഞാട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ രക്തം ഒരു കയ്യിലും മറുകയിൽ ധൂപകലശവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലും. ഈ അതിപരിശുദ്ധ സ്ഥലത്തൊരു ഉപകരണമുണ്ട്. അതിൻ്റെ പേരാണ് ദി ആർക്ക് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പെട്ടകം, നിയമപ്പെട്ടകം. എല്ലാവർക്കും അറിയാം. സരളമരം കൊണ്ടുണ്ടാക്കി, തനി തങ്കം കൊണ്ട് പൊതിഞ്ഞത്. തങ്കം എന്ന് പറഞ്ഞാൽ എന്നാ തങ്കം? സരളമരം കൊണ്ടുണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞത്. തങ്കവും സ്വർണ്ണം തമ്മിൽ എന്നാ വ്യത്യാസം? അതറിയാൻ പാടില്ലേ? ചെമ്പ് ചേർക്കാത്തത്. ഞാൻ മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട്, ബോംബെയിലാണ് ജോലിക്ക് ജോയിൻ ചെയ്തത്. 1987. അപ്പം അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ലേഡി എന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലിങ്ങനെ ഒരു മഞ്ഞച്ച ഒരു വള, മഞ്ഞ കളറ്. അപ്പോൾ അതിങ്ങനെ ചളിങ്ങിയൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ വള ഇങ്ങനെ ഇരിക്കുന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് തനി തങ്കമാണ്. തനി തങ്കം എന്ന് പറഞ്ഞാൽ ചെമ്പ് ചേർത്തിട്ടില്ല. ചെമ്പ് ചേർന്നാലേ ഇതിനൊരു തീയുടെ കളർ വരത്തുള്ളൂ, ഒരു അത് വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ബലവും ഉണ്ടാകത്തുള്ളൂ. എന്തുകൊണ്ട് ചെമ്പും സ്വർണം ചേർക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബോയിലിംഗ് മീൻസ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഇല്ലേ, ഒരു ഇതായതുകൊണ്ട്. ഓക്കെ. അപ്പം ഇത് തനി തങ്കം കൊണ്ട് പൊതിഞ്ഞതാണ് ഈ പെട്ടകം. അതിൻ്റെ മുകൾ മൂടി തനി തങ്കം കൊണ്ടുണ്ടാക്കിയത്. അതിൻ്റെ മുകളിൽ 2 കെരൂബുകളെ ചുണ്ടോട് ചുണ്ട് ചേർത്ത് പറന്ന് നിൽക്കുന്നതായി വാർത്തു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ നിയമപ്പെട്ടകത്തിൻ്റെ മുകൾ മൂടിക്ക് മുകളിൽ 2 കെരൂബുകൾ പറന്നു നിൽക്കുന്നു. അതിൻ്റെ ചിറകുകൾക്കുള്ളിൽ ഈ പെട്ടകത്തിൻ്റെ മുകൾ ഭാഗമാണ് പഴയ നിയമ കൃപാസനം. ആ കൃപാസനത്തിന്മേൽ
ഈ കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം തൻ്റെയും ജനത്തിൻ്റെയും പാപപരിഹാരത്തിനായി 7 പ്രാവശ്യം തളിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ സ്വന്തം പാപത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി അന്യരക്തം തളിച്ച് മഹാപുരോഹിതൻ പുറത്തേക്ക് വരുമ്പോൾ ജനമെല്ലാം പാപമോചനം വന്നു എന്ന് വിശ്വസിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. ഇതാണ് പാപപരിഹാര പെരുന്നാൾ ദിവസം നടക്കുന്ന ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. അന്ന് കടന്നു വന്ന ജനം മുഴുവൻ പാപമോചനം സംഭവിച്ചു എന്ന് വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരാട് പാപം ചുമന്നു കൊണ്ടുപോയി, ഒരാട് പാപം സംബന്ധിച്ച് കൊല്ലപ്പെട്ടു. പാപത്തിൻ്റെ ശമ്പളം മരണം. മനുഷ്യന് പകരമായി ഒരാട്ടിൻകുട്ടി കൊല്ലപ്പെട്ടു. ഇതിന് മെയിനായിട്ട് 2 കുറവുകളുണ്ട്. നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ കുഴപ്പം, ഈ ശുശ്രൂഷ കഴിഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ടെന്ന് വിശ്വസിച്ച് മടങ്ങിപ്പോകുന്ന ജനം വീണ്ടും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ സ്തോത്രം, മനസാക്ഷിക്കുത്ത് വീണ്ടും ആരംഭിക്കുകയും ന്യായവിധിയുടെ വാള് തലയ്ക്ക് മുകളിലാവുകയും അതിന് പരിഹാരത്തിനായി വീണ്ടും പോയി യാഗം കഴിക്കേണ്ടിയും വരും. പ്രൈസ് ദി ലോർഡ്. ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു പാപപരിഹാര പെരുന്നാൾ ദിവസം നടന്നുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ കുഴപ്പം അതാണ്. ഇത് ആവർത്തിക്കപ്പെടണം. വീട്ടിൽ ചെന്നൊരു പാപം ചെയ്ത, അന്നത്തെ കാലത്തൊക്കെ 10 ദിവസം 15 ദിവസമൊക്കെ എടുക്കും എരുസലേം ദേവാലയത്തിലേക്ക് വരാൻ, കഴുതപ്പുറത്തും അല്ലാതെയും നടന്നും. അതല്ലേ, അങ്ങനെ വലിയ ജനക്കൂട്ടവുമാണ്. വലിയ ജനക്കൂട്ടം, ലക്ഷക്കണക്കിന് ജനമാണ്. അങ്ങനെയാണ് കർത്താവിനെ കാണാതായത്. അമ്മയപ്പന്മാർ വിചാരിച്ചു എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ചു, ഈ കൂട്ടത്തിൽ കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അവർ പോരുമ്പോൾ യേശുവിനെ കാണാതെ തിരിച്ചു പോയതൊക്കെ നമുക്കറിയാം. ഈ പോരുന്ന പോക്കി തന്നെ പാപം സംഭവിക്കും. വീട്ടിൽ ചെന്നാൽ പാപം സംഭവിക്കും. വീണ്ടും എന്ത് ചെയ്യണം? പാപിയാണെന്ന മനസാക്ഷി കുത്തോടെ ജീവിക്കണം. വീണ്ടും അതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ വീണ്ടും ഒരു മൃഗത്തെ കൊണ്ടുപോയി യാഗം കഴിക്കണം. ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ശുശ്രൂഷ. പ്രവൃത്തിയാൽ രക്ഷ, യാഗം കഴിച്ചാൽ രക്ഷ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കുഴപ്പം, എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം ഇതിൻ്റെ 4-ാമത്തെ വാക്യം. എബ്രായർ 10:4. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യവസ്ഥ അനുസരിച്ച് ഈ യാഗം കഴിച്ചവർ നീതീകരിക്കപ്പെട്ടത്? ഈ വ്യവസ്ഥ അനുസരിച്ച്, ദൈവത്തെ അനുസരിച്ച് യാഗം കഴിക്കുമ്പോൾ, ഓരോ മൃഗത്തെയും കൊന്ന് യാഗം കഴിക്കുമ്പോൾ, രക്തം ഒഴുക്കുമ്പോൾ, ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന ക്രൂശിലെ യാഗത്തിൽ അവർ വിശ്വസിച്ചു എന്ന് പിതാവ് കണക്കിട്ടു. ചരിത്രത്തിന്റെ നടുക്ക് ക്രിസ്തു നിൽക്കുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ മുന്നിലേക്ക് നോക്കി ഒരു മൃഗത്തെ യാഗം കഴിക്കുമ്പോൾ ഭാവിയിൽ ഒരു യാഗം നടക്കും. അത് ഈ യാഗത്തിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ ഞങ്ങളത് വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. പുതിയ നിയമവിശ്വാസികളായിരിക്കും നമ്മളോ പുറകിലേക്ക് നോക്കും. നടുക്കാണ് നിൽക്കും, നമ്മൾ അപ്പുറത്താണ്. പുറകിലേക്ക് നോക്കിയിട്ട് പറയും, 2024 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ ഒരു യാഗം നടന്നു, ഞാനത് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം അവരെ നിങ്ങൾക്കറിയാം, എഫെസ്യർ 2:4 പറയുന്ന പോലെ ഇവരെ പാതാള പർദീസയെ കൊണ്ടുപോയി ആക്കുകയും കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പാതാള പർദീസയെ ചെന്നിട്ട് അബ്രഹാം, ഇസാക്ക്, യാക്കോബെ, സകല പിതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിഴലായി ചെയ്ത ആ മൃഗബലി, അതിൻ്റെ പൊരുളായി ഞാനിതാ ക്രൂശിൽ മരിച്ചിരിക്കുന്നു, ക്രൂശിൽ എൻ്റെ രക്തം ഒഴുക്കിയിരിക്കുന്നു, ഞാനിതാ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, വരിക എന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് പോകുമ്പോൾ മറിയെ കണ്ടെന്നും എന്നെ തുടരുത് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ കൊണ്ടുപോയി അവരെ ആക്കിയതിന് ശേഷം വീണ്ടും ഭൂമിയിൽ വന്നെന്നും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തെ നീക്കാൻ കഴിയില്ല. അതാണ് പഴയ നിയമ യാഗത്തിൻ്റെ
പ്രധാനമായിട്ടുള്ള ഒരു കുറവ്. ഞാനിങ്ങനെ പറയട്ടെ, ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് നമുക്ക് കുറിച്ചിലേക്ക് വരണമല്ലോ. മനുഷ്യൻ്റെ പാപത്തിന് മനുഷ്യരക്തം തന്നെ ഒഴുക്കണം. കാരണം മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. രക്തം സമം ജീവനാണ്. പാപം ചെയ്ത് മരിച്ചവർക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ രക്തം ചൊരിയണം. മനുഷ്യൻ്റെ പാപത്തിന് മനുഷ്യരക്തം തന്നെ വേണം. വെറും മനുഷ്യരക്തമായ പോരാ, ആദാമിന്റെ രക്തം കലരാത്ത വിശുദ്ധ രക്തം വേണം. അങ്ങനെയുള്ള ഒരു രക്തവും ഭൂമിയിൽ കാണാതെ വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്. 20 നമ്പർ വിതച്ച 20 നമ്പരല്ലേ ഉണ്ടാകത്തുള്ളൂ. ഈ ആദമും ഹവ്വയും പാപി ആയതുകൊണ്ട്, അവർ ജീവിതത്തിൽ പാപം ചെയ്തതിനു ശേഷം മക്കളുണ്ടായതുകൊണ്ട് ഇങ്ങനെ തലമുറയായിട്ട് പാപത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുക. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ ഈ പാപം ഇങ്ങനെ പിന്തുടർന്ന് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പാപി ആയതുകൊണ്ട് പാപം ചെയ്യാണ്, പാപം ചെയ്ത് പാപിയായതല്ല. നമ്മൾ ജനിക്കുമ്പോഴേ പാപത്തിലാണ് ജനിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് നന്മ തിന്മകളെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ ആ മരിക്കുന്ന കുഞ്ഞ് സ്വർഗത്തിൽ പോകുമെന്നും, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ച് അറിവുണ്ടായതിന് ശേഷം, പ്രൈസ് ദി ലോർഡ്, അത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അത് കുഴപ്പമാകുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരും പുരുഷന്റെ സന്തതിയാണ്. പുരുഷന്റെ രക്തവും പുരുഷന്റെ ഇഷ്ടവും ആ ജനനത്തിൽ കലർന്നിട്ടുണ്ട്. നമ്മൾ ആരോട് ചോദിച്ചാലും ആരെ കണ്ടാലും ഇങ്ങനെയല്ലേ ചോദിക്കത്തുള്ളൂ? അപ്പൻ്റെ പേരെന്നാ, ഏത് കുടുംബത്തിലാണെന്നല്ലേ ചോദിക്കത്തുള്ളൂ സാധാരണ. ഇപ്പം നിങ്ങൾ എത്ര ഇത് പറഞ്ഞാലും ആദ്യം അമ്മയുടെ പേരാണോ ആരെങ്കിലും കണ്ടാൽ ചോദിക്കണേ? അല്ലല്ലോ. സഹോദരിമാരോടാണെങ്കിലും സഹോദരന്മാരോടാണെങ്കിൽ ആദ്യം ഇങ്ങനെ അത് ഏതാ വീട്ടുകാരെവിടെ, അത് ഇന്ന ആരുടെ ആളാന്ന് ചോദിക്കത്തുള്ളൂ. പുരുഷന്റെ സന്തതിയാണ് ലോകത്ത് ജനിച്ച സകല മനുഷ്യരും. എന്നാൽ യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയാണ്. പ്രൈസ് ദി ലോർഡ്. സ്ത്രീയുടെ സന്തതിയാണ്. പുരുഷന്റെ ഇഷ്ടമോ പുരുഷന്റെ രക്തമോ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ പങ്കാളിയായിട്ടില്ല. ആദാമിൻ്റെ രക്തം യേശുവിൻ്റെ രക്തത്തിൽ കലർന്നിട്ടില്ല. അതുകൊണ്ട് ആ രക്തം വിലയേറിയ രക്തമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ രക്തം വിലയേറിയ രക്തമെന്ന് പറയുന്നു. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ആ ജനനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവിനാൽ സ്വർഗസിംഹാസനവും ഭൂമിപാദപീഠവുമായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു ഭ്രൂണമായി ഏറ്റവും ചെറുതാവാൻ പറ്റുന്നുണ്ട് നമുക്ക്. വീട്ടിലാണെങ്കിലും കൂട്ടായ്മയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മളൊന്ന് ചെറുതായാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എനിക്കും പറ്റാറില്ല, പലപ്പോഴും നിങ്ങൾക്കും പറ്റാറില്ല. ചെറുതായാൽ തീരുന്ന അനേക പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഒന്ന് ചെറുതായ ഒരു വാക്കിനൊരു മറുപടി പറയാതിരുന്നാൽ, പ്രൈസ് ദി ലോർഡ്, അത് സാരമില്ലെന്നൊന്ന് കണക്കിട്ടാൽ, അല്ലേ? നിങ്ങൾക്ക് അറിയാൻ പാടാത്ത കാര്യമൊന്നും അല്ല ഞാൻ പറയണേ. ഒന്നത് കണക്കിടാതിരുന്നാൽ സാരമില്ല. മിണ്ടാതിരുന്നാൽ, ജസ്റ്റ് ഒന്ന് മിണ്ടാതിരുന്നാൽ എത്രയോ സമാധാനം നമ്മുടെ വീട്ടിലും കൂട്ടായ്മയിലും ഉണ്ടായേനെ. ആമീൻ. ഉണ്ടാവത്തില്ലേ? ഒന്ന് താണിരുന്നെങ്കിൽ. കർത്താവ് ഒരു ഭ്രൂണമായി, ഒരു അണുവായി, ഒരു ഭ്രൂണമായി ആ ഭ്രൂണത്തെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് വെച്ചു, പരിശുദ്ധാത്മാവ് വെച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വേറൊരു വിഷയം പറഞ്ഞപ്പോൾ, നിങ്ങൾക്കറിയാവുന്നതുമാണ്. ഗൈനക്കോളജിസ്റ്റിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി വളരാൻ തുടങ്ങുമ്പോൾ പൊക്കിൾക്കൊടി വഴി അമ്മയിൽ നിന്ന് രക്തമല്ല സ്വീകരിക്കുന്നത്, പിന്നെയോ ആ രക്തത്തിൽ നിന്ന് കുഞ്ഞിന് വളരാനുള്ള ഭക്ഷണമാണ് സ്വീകരിക്കുന്നത്. ഞാൻ പറയാൻ കാരണം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ഈ ലോകത്തുള്ള ഒരു മനുഷ്യൻ്റെയും രക്തം കലർന്നിട്ടില്ല.
അതുകൊണ്ടാണ് ആ രക്തം വിലയേറിയ രക്തമായത്. ആബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. പ്രൈസ് ദി ലോർഡ്. ആ രക്തം മുഴുവനുമായി കാൽവരിയിൽ എൻ്റെ കർത്താവ് ഒഴുക്കി. പ്രൈസ് ദി ലോർഡ്. അവസാന തുള്ളിയും കർത്താവ് ഒഴുക്കി. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന വ്യവസ്ഥ അനുസരിച്ച് മുഴുവൻ രക്തവും, ആദാമിൻ്റെ രക്തം കലരാത്ത വിശുദ്ധിയുള്ള യേശുവിൻ്റെ മുഴുവൻ രക്തവും കാൽവരിയിൽ കർത്താവ് ഒഴുക്കി. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കുന്നവന് രക്ഷ. ഞാനിങ്ങനെ പറയട്ടെ, പാപം സംബന്ധിച്ച് കർത്താവ് സ്വന്തം തോളിൽ തലചായ്ച്ച് മരിച്ചു, നിങ്ങൾക്കറിയാം. ഞാൻ പഴയ നിയമത്തിൽ 2 ആടുകളുണ്ട്. ആ ആടുകളെ ക്രൂശിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒരാടിൻ്റെ പേര് മറന്നുപോയാ? അസസ്സേൽ. അസസ്സേൽ എന്ന് പറയുന്ന ആട് പാപം ചുമന്നുകൊണ്ടുപോയി. യോഹന്നാൻ്റെ സുവിശേഷം 1:29 പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി പറഞ്ഞു, ഇതാണ് ലോകത്തിന് പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാനിങ്ങനെ പറയട്ടെ, 1 പത്രോസ് 2:24 ഒന്ന് വായിച്ച്, നിങ്ങൾക്കറിയാം, ഒന്ന് വായിച്ച് സഹായിച്ചാട്ട്. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് പാപിയായിരിക്കുന്ന ഞാൻ മരിച്ചിട്ട് നീതിമാനായ ഞാൻ തങ്കച്ചൻ എഴുന്നേൽക്കേണ്ടതിന് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പ്രൈസ് ദി ലോർഡ്. നാം പാപം സംബന്ധിച്ച് മരിക്കണം. ആ സ്ഥാനത്ത് നീതിമാനായ നാം എഴുന്നേൽക്കണം. അതിന് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് ക്രൂശിന്മേൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെയാ പറയാറ്, സ്വർഗത്തിൽ ഇന്നലെയോ ഇന്നോ നാളെയോ ഒന്നുമില്ല. സ്വർഗത്തിൽ ഉണ്ടോ ഇന്നലെ നാളെ? അങ്ങനെ ഇല്ല അല്ലേ? നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രസൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കിങ്ങനെ ഒന്ന് വിശ്വസിച്ചുകൂടെ? 2024 വർഷം മുമ്പ് എൻ്റെ പാപം കർത്താവ് ചോന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടായിരിക്കും. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരല്ലേ. ഇപ്പോൾ ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഇപ്പോൾ കർത്താവ് ക്രൂശിൽ കിടക്കുക. ഉയർത്തെഴുന്നേറ്റു ഭർത്താവിൻ്റെ വലത്തുഭാഗത്തിരിക്കുക. എനിക്കറിയാം കർത്താവ് ക്രൂശിൽ കിടക്കുക. നിങ്ങളിങ്ങനെ ചിന്തിച്ചേ, ഇപ്പോൾ കർത്താവ് ക്രൂശിൽ കിടക്കുക. ആ ക്രൂശിൽ കിടക്കുമ്പോൾ ഇന്നലെ അല്ല ഇന്ന് കർത്താവ് ക്രൂശിൽ കിടക്കുക. ക്രൂശിൽ കിടക്കുമ്പോൾ എൻ്റെ മുഴുവൻ പാപവും എൻ്റെ മുഴുവൻ അശുദ്ധിയും കർത്താവ് ഏറ്റെടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ പിതാവായ ദൈവം എൻ്റെ മുഴുവൻ അശുദ്ധിയും ശാപവും യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മേലായി. അപ്പോൾ പിന്നെ എൻ്റെ മേലുള്ള അശുദ്ധി മുഴുവൻ മാറ്റപ്പെട്ടെങ്കിൽ ഞാൻ പിന്നെ ആരായി? ഞാൻ വിശുദ്ധനായി. എന്നാൽ ഞാൻ വിശുദ്ധനാകാൻ കാരണം എൻ്റെ അശുദ്ധി മുഴുവൻ എൻ്റെ കർത്താവ് ഏറ്റെടുത്തത് കൊണ്ടാണ്. ഞാനൊരു പുസ്തകത്തിൽ പണ്ട് വായിച്ചത്, ഒരു സെപ്റ്റിക് ടാങ്കിൽ ഒരു മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ നമുക്കൊക്കെ അനുഭവവേദ്യമായത് അത്രയൊക്കെ ഉള്ളൂ. അതിൽ വീണ് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു സ്ഥാനത്ത് ഒരു അശുദ്ധിയിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി തരണം. ഞാൻ കുറേ കാലം വിചാരിച്ചത് ഈ പാനപാത്രം നീക്കി തരണം, പിറ്റേ ദിവസം നടക്കുന്ന ക്രൂശി യാഗം, വേദന, ഇതൊക്കെയാണെന്നാണ് ഞാൻ കരുതിയത്. അതല്ല കാര്യം. ഈ ലോകത്തിൻ്റെ മുഴുവൻ അശുദ്ധിയും, എൻ്റെ നിങ്ങളുടെ ഈ ലോകത്തുള്ള സകല അശുദ്ധിയും ക്രിസ്തുവിൻ്റെ മേൽ ഇട്ടുകൊടുത്ത്, ക്രിസ്തു ഒരു പാപമായി കഴിഞ്ഞപ്പോൾ
പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെ ക്രിസ്തു പറയുകയാണ്, ഇത് ഓർത്തിട്ട് സഹിക്കാൻ കഴിയാതെ ക്രിസ്തു പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി തരണം. എന്നിട്ട് കർത്താവ് മൂന്നാമത്തെ പ്രാവശ്യം വന്ന് പറഞ്ഞു, അല്ല, ഞാനിത് കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ, ഞാനിത് ചുമക്കാതെ തങ്കച്ചൻ്റെ പാപം മാറത്തില്ലെങ്കിൽ ഞാനിത് കുടിച്ചോളാം എന്ന് പറഞ്ഞ് കർത്താവ് അത് ഏറ്റെടുത്ത് ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുഴുവൻ അശുദ്ധിയും ക്രിസ്തുവിലായി. ഈ പാപം മുഴുവൻ എൻ്റെ മേലെ ഇരുന്നപ്പോൾ ഞാൻ മരിക്കേണ്ടവനായിരുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം. മരണശിക്ഷ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തു അത് ഏറ്റെടുത്തിട്ട് എന്നെ സ്വതന്ത്രനാക്കി. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ഇനിയും അടിമനുഖത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നിങ്ങളെ ഓൾറെഡി നിങ്ങളെ പുറത്താക്കി, നിങ്ങളെ സ്വതന്ത്രരാക്കി. ഈ മരണശിക്ഷയ്ക്ക് കാത്തേ കൊലപാതകം, എന്താ പറയുക, തൂക്കുകയറ് കാത്തു കിടക്കുക ജയിലിൻ്റെ അകത്ത്. അവനെ ഇത് ജഡ്ജി വിധിച്ചു, നിന്നെ നീ തൂക്കുകയറിൽ നിന്ന് വിട്ടു, നിന്നെ ക്ഷമിച്ചിരിക്കുന്നു, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇവൻ പുറത്തു പോയിട്ട് കുറച്ച് ദിവസമൊക്കെ കറങ്ങി നടന്നിട്ട് വീണ്ടും ആ ജയിലിൻ്റെ അകത്തേക്ക് വരുന്ന പോലെയാണ് ഇന്ന് ക്രിസ്ത്യാനി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാതെ തങ്ങൾക്ക് ചെയ്യാൻ വല്ലതുമുണ്ടോ, തങ്ങൾക്ക് എങ്ങനെ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ച വലിയ വരുമാനമുണ്ടോ? ഇത് വിശ്വസിച്ച വലിയ വരുമാനം കിട്ടുമോ? എന്നാൽ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാമ്പുറത്ത് പല കലാപരിപാടികൾ ചെയ്യാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എന്നെ സ്വതന്ത്രരാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ച് മനസ്സിലാക്കി ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിശ്വസിച്ച് കഴിയുമ്പോൾ ഞാൻ നിന്ന് തുള്ളി പറയും, യേശു എൻ്റെ രക്ഷിതാവ്, യേശു എൻ്റെ വീണ്ടെടുപ്പുകാരൻ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് നമുക്ക് സ്തുതിക്കാൻ പറ്റുന്നത്? നമുക്ക് എപ്പോഴാണ് സ്തോത്രം ചെയ്യാൻ പറ്റുന്നത്? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എൻ്റെ ആരേറ്റെടുക്കും? ആരേറ്റെടുക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവം എൻ്റെ പാപിയായിരിക്കുന്ന എൻ്റെ മുഴുവൻ കുറവും ഏറ്റെടുത്തുന്നു. എന്നിട്ട് ഞാൻ മരിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ സ്വതന്ത്രനായി. പിന്നെ ആര് മരിക്കണം? എൻ്റെ പാപം ആരിലായോ, ആര് പാപമായോ ആ പാപമുള്ളവൻ മരിക്കണം. പാപിയല്ല, ആ പാപം ചുമത്തപ്പെട്ടവൻ മരിക്കണം. ക്രിസ്തു ക്രൂശിൽ എനിക്ക് പകരക്കാരനായിട്ട് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കുന്നവന് രക്ഷ. ഹൃദയത്തിൽ ഇത് ഏറ്റെടുത്ത് അതരം കൊണ്ട് ഏറ്റു പറയുന്നവന് രക്ഷ. എത്രയോ സിമ്പിളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ നമ്മളത് ചെയ്തു, പിന്നെ ക്രിസ്തു ഏറ്റെടുത്തു, അങ്ങനെ അനുദപിച്ചു പോകണമെന്നല്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ കുറവ് മുഴുവൻ ക്രൂശിൻ ചൂട്ടിൽ ഏറ്റു പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഈ രക്ഷ തന്നവനെ ഉയർത്തി മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കണം. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ രക്തം ഇന്നും നമുക്ക് കിട്ടുമോ? 1 യോഹന്നാൻ 1:7 പറയുന്നുണ്ട്, അവൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ ഈ രക്തം ഇന്നും അവൈലബിൾ ആണ്. ഈ ക്രൂശ് ഇന്നും, ഞാനിപ്പോൾ ആദ്യം ഒരു എൻ്റേതായ ഒരു ആലോചന നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇന്നത് സംഭവിച്ചു, ഇന്ന് സംഭവിച്ചു. ഞാൻ പറയാൻ കാരണമുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം ഒന്ന് വായിച്ചാട്ട്. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, വിശ്വസിക്കുന്നവർക്ക് മാത്രം. വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ, പരിഹാരമാകാൻ, രക്തം മൂലം എൻ്റെ പാപത്തിന് പരിഹാരമാകാൻ പിതാവായ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, റോമർ 3:25 വേദപുസ്തക വചനം പറയുന്നതാണ്. നിർത്തിയിട്ടുണ്ടായിരുന്നുവെന്നല്ല, അവനെ നിർത്തിയിരിക്കുകയാണ്.
അവൻ ഇപ്പോഴും നമ്മുടെ തൊട്ടു മുന്നിൽ നിന്ന് അതേ എങ്ങനെ ക്രൂശി കിടക്കാണ്. അതാർക്കാണ് വെളിപ്പെട്ട് വരുന്നത്? വിശ്വസിക്കുന്നവർക്ക് മാത്രം ക്രൂശിനെ കാണാം. വിശ്വസിക്കുന്നവർക്ക് മാത്രം അതിൽ നിന്നൊഴുകുന്ന രക്തത്തെ കാണാം. ഇന്ന് രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പേ മുട്ടുമടക്കുമ്പോൾ എനിക്കെൻ്റെ കർത്താവിനോട് പറയാലോ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഉള്ളത് മുഴുവൻ നീ ഏറ്റെടുത്ത്, നിൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് എനിക്ക് പകരക്കാരനായി മരിച്ച് ഇപ്പോഴും നീ ക്രൂശി കിടക്കുന്നതിനായി സ്തോത്രം. അതിൽ നിന്നൊഴുകുന്ന രക്തം, ഇപ്പോഴും ഒഴുകുന്ന രക്തം, വിശ്വസിക്കുന്നവർക്ക് കാണാവുന്ന രക്തം, ആ രക്തത്തിലൊന്ന് കഴുകി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കിടന്നുറങ്ങിയാൽ എത്ര സമാധാനത്തോടെ നമുക്ക് കിടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എവിടെയാണേലും എപ്പോഴാണേലും കയറുമായിട്ടോ ആടുമായിട്ടൊന്നും ഒരു ദേവാലയത്തിലേക്കും പോകണ്ടല്ലോ. നമ്മൾ മുട്ടുമടക്കിയാൽ വാഹനം ഓടിക്കുവാണ് ഇതിൻ്റെ അകത്ത്, ബൈക്കാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്കിന് മുകളിൽ, ഓഫീസിലാണെങ്കിൽ നമ്മുടെ ടേബിളിൽ, കിച്ചണിലാണെങ്കിൽ അവിടെ, എവിടെയാണേലും തെറ്റുപറ്റിയപ്പാ, എൻ്റെ കണ്ണ് തെറ്റിപ്പോയി, എൻ്റെ ചിന്ത തെറ്റിപ്പോയി, എന്നോട് പൊറുക്കണമേ, നിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. പ്രൈസ് ദി ലോർഡ്. രക്തം ഇങ്ങനെ നിൽക്കുക. വിശ്വസിക്കുന്നവർക്ക് തൊട്ട് മുന്നിൽ ആ ക്രൂശുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് IC റൂമിൻ്റെ അകത്ത് കിടക്കുക, ആരും സഹായിപ്പാനില്ല. യേശുവേ, എൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലാണല്ലോ ഞാൻ കിടക്കുന്നത്, എന്നെ ഒന്ന് കഴുകണമേ, നിന്റെ രക്തം കൊണ്ട് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മൾ മരണാസന്നനായി കിടക്കുകയാണ്. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വെള്ളവുമായിട്ട് വരുന്നുണ്ട്, വായിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാലോ, യേശുവേ, ഞാൻ നിന്റെ ക്രൂശിൻ ചുവട്ടിലാ, നിന്റെ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. നീ എൻ്റെ മുഴുവൻ പാപവും നിന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് പകരക്കാരനായി മരിച്ചു കിടക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആ നീതീകരണം നമ്മളിലേക്ക് തന്നു. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, എന്തു മറന്നാലും രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്നും, യേശു എന്തിനു വന്നെന്നും, യേശു എന്ത് ക്രൂശിതനായെന്നും, എന്തിന് രക്തം ഒഴുക്കിയെന്നും, എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്നും മനസ്സിലാക്കി സ്തോത്രത്തോടെ ജീവിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പിറുപിറുത്തും, പ്രിയമുള്ളവരെ, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരോട് എതിരിട്ടും ഭിന്നതയും രോഷവും അങ്ങനെയൊന്നും ജീവിക്കാതെ ഈ സിമ്പിളായിട്ടുള്ള കാര്യം, ബാക്കിയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. കർത്താവ് നമ്മെ കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചില്ലേ? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ, അതുപോലെ ക്ഷമിച്ചാൽ പോരെ കർത്താവ്? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ. ക്ഷമിച്ചില്ലെങ്കിലോ? ആരോടെങ്കിലും കടമുണ്ടോ? ആരോടെങ്കിലും കടക്കാരോടൊക്കെ ക്ഷമിച്ചോ? സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? കരുതാൻ പറ്റുന്നുണ്ടോ? കടക്കാരോട് ക്ഷമിച്ചോ? എന്തേ നിങ്ങൾ മിണ്ടാത്തെ? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണം. അതല്ലേ കർത്തൃ പ്രാർത്ഥന അല്ലേ? ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചാൽ പോരെ? കടന്നുറങ്ങുമ്പോൾ ഒരു പ്രാഗൽഭ്യമുണ്ടോ? ഞാൻ ദൈവം സാക്ഷിയായി പറയുന്നു, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറെക്കുറെയൊക്കെ അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരാൾ നമ്മളെ കാണുമ്പോൾ തലയിരിച്ചു പോയാൽ നമ്മൾ എന്നാ ചെയ്യണം? ചെന്ന് ഒരു സ്തോത്രം പറഞ്ഞ്, എന്തേ സഹോദര കാണാതെ പോണെന്ന് ചോദിക്കണ്ടേ? അതോ വീട്ടിൽ വന്നേച്ച് ആ പുള്ളി എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല കേട്ടോ, പുള്ളി അങ്ങോട്ട് തലയിരിച്ചുകൊണ്ട് പോയി. അങ്ങോട്ട് തലയിരിച്ചുകൊണ്ട് പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഭയങ്കര അപകടം പിടിച്ചൊരു പ്രാർത്ഥനയല്ലേ ആ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് കടമുണ്ടോ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ മനോഹരമായ രാത്രിയിൽ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒന്നും എനിക്കും അറിഞ്ഞുകൂടാ. ഞാൻ വേദപുസ്തകത്തിലുള്ളതാണ് നിങ്ങളോട് പറഞ്ഞത്. പാപപരിഹാര പെരുന്നാൾ ദിവസം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരുന്ന യാഗം കഴിച്ച് ഇസ്രായേൽ ജനം, പ്രൈസ് ദി ലോർഡ്, പാപത്തിന് പരിഹാരം വന്നു എന്ന് വിശ്വസിച്ച് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ അത് മതിയാകാതെ വന്നു, അത് ആവർത്തിക്കപ്പെടേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്.
മാത്രമല്ല മൃഗരക്തത്തിന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമാകാൻ കഴിഞ്ഞില്ല. എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇറങ്ങി വന്നിട്ട് ലോകത്തുള്ള സകല മനുഷ്യൻ്റെയും പാപം ആ രണ്ടാടും വന്ന് ക്രൂശിൽ മുട്ടിയത് നിങ്ങൾ കണ്ടോ? അസസേൽ എന്ന് പറയുന്ന ആടും യാഗപീഠത്ത് വെച്ച് കൊല്ലപ്പെട്ട യാഗമൃഗവും രണ്ടും വന്നു. സ്വന്തം തോളിമേൽ തലചാച്ച് ക്രിസ്തു മരിച്ചു. ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപവും ചുമന്നവൻ പാപം സംബന്ധിച്ച് മരിച്ചു. ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ചു. പ്രിയമുള്ളവരെ, എന്നിട്ട് അതിൽ വിശ്വസിക്കുന്നവർക്ക് പിതാവായ ദൈവം നീതീകരണമെന്ന വലിയ സൗഭാഗ്യം തന്നു. ഞാനും നിങ്ങളും നീതിമാനായതുകൊണ്ടല്ല, പിതാവായി ദൈവം അങ്ങനെ കൽപ്പിക്കുകയാണ്. പുത്രൻ തമ്പുരാൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചവരെല്ലാം നീതീകരിക്കപ്പെട്ടെന്ന് സ്വർഗത്തിലെ ദൈവം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനം ഹൃദയത്തിൻ്റെ അകത്ത് ഏറ്റെടുത്തിട്ട് സ്തോത്രം അധരം കൊണ്ട് വിളിച്ചു പറയാൻ, യേശുവേ നീ എൻ്റെ വീണ്ടെടുപ്പുകാരൻ, നീ എൻ്റെ രക്ഷിതാവ്, എൻ്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് ഞാൻ പാപം സംബന്ധിച്ച് മരിക്കേണ്ടിയ സ്ഥാനത്ത് പകരക്കാരനായി മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇന്നും എനിക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കുന്ന എൻ്റെ നല്ല രക്ഷക, എൻ്റെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ ഉയർത്തും. എൻ്റെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ ആരാധിക്കും, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരാധിക്കും. ഇസ്ഹാക്ക് യാഗപീഠത്തിൽ ഇസ്ഹാക്കിനെ കെട്ടി കൈകാലുകൾ കെട്ടി അബ്രഹാം കിടത്തിയിട്ട് കത്തിയെടുത്തു. പ്രിയമുള്ളവരെ, സ്വർഗം ചലിച്ചു. പ്രിയ മകൻ്റെ മേൽ കരം വയ്ക്കരുത്. തലപൊക്കി നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. സ്തോത്രം. ഇസ്ഹാക്കിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മൂർത്താവിലും ഉമ്മയൊക്കെ കൊടുത്ത് മാറ്റി നിർത്തി. എന്നിട്ട് ആ യാഗമൃഗത്തെ കൊണ്ടുവന്ന് കൈകാല് കെട്ടി ആ യാഗപീഠത്തിലേക്ക് കിടത്തി. ഇസ്ഹാക്കിൻ്റെ നേരെ നീട്ടിയ കത്തി ഈ യാഗമൃഗത്തിൻ്റെ കഴുത്തിന്മേൽ വെച്ച് കുറേശ്ശെ അറുക്കാൻ തുടങ്ങി. ഇസ്ഹാക്ക് കൂപ്പുകൈകളോടെ നോക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻ കിടന്ന യാഗപീഠം തൻ്റെ കഴുത്താണ് മുറിക്കേണ്ടിയത്. പക്ഷെ തനിക്ക് പകരമായി ഒരു ആട്ടിൻകുട്ടിയുടെ കഴുത്ത് മുറിക്കപ്പെടുന്നു. സ്തോത്രം. ഞാനിങ്ങനെ പറയട്ടെ, ആട്ടിൻകുട്ടിയുടെ ഓരോ തുള്ളി രക്തവും യാഗപീഠത്തിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ ഇസ്ഹാക്ക് ജീവിക്കുകയായിരുന്നു. അല്ലേ? ഇസ്ഹാക്ക് ജീവിക്കുകയല്ലേ? ആ ആട്ടിൻകുട്ടിയുടെ രക്തമല്ലേ ഇസ്ഹാക്കിനെ ജീവിപ്പിച്ചത്? ഇസ്ഹാക്കിന്റെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം ഈ ആട്ടിൻകുട്ടിയെ മറന്നു കാണത്തില്ല, മറക്കാൻ അവന് പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് അല്ല, ഇന്ന് എൻ്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് സ്വർഗത്തിൽ രണ്ടാമനായിരിക്കുന്ന യേശു ക്രിസ്തു ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് പകരക്കാരനായി മരിച്ചെങ്കിൽ സ്തോത്രം, എനിക്ക് എങ്ങനെ എൻ്റെ യേശുവിനെ മറക്കാൻ കഴിയും? ഇതല്ലേ ആരാധനയിൽ തെളിഞ്ഞു വരേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷയിൽ ഇങ്ങനെ പറഞ്ഞു, പാട്ടും ആരാധനയും ബഹളമൊക്കെ നല്ലതാണ്. ഞാൻ അതൊന്നും കുറ്റമല്ല, അത് നല്ലതാണ്. ഞാനിവിടെ വന്നിരുന്നു, ഞാൻ നല്ലവണ്ണം ഞാൻ ആത്മാവിൽ നിറഞ്ഞു ആ ഗാന ശുശ്രൂഷ പാടിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പക്ഷെ ഏറ്റവും വലിയ ഉണർവ് ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകുന്ന രൂപാന്തരമാണ്. ഈ പാട്ടൊക്കെ പാടിയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ വഴിവെക്കിൽ വീണ വിത്തിനെ പോലെയാണെങ്കിൽ എന്തു പ്രയോജനം? ഇതിൻ്റെ അകത്ത് വന്ന് ഹൃദയം മാറുന്നതാണ് ഉണർവ്. ഹൃദയം മാറിയവൻ പുറത്തു ചെല്ലുമ്പോൾ ചലനങ്ങൾ ഉണ്ടാക്കും. ഹൃദയം മാറിയവൻ പുറത്തു ചെല്ലുമ്പോൾ ക്രിസ്തുവിലേക്ക് ജനത്തെ കൂട്ടും. അകം മാറാതെ ഒരു ഉണർവില്ല, ഹൃദയം മാറാതെ ഒരു ഉണർവില്ല. ഹൃദയത്തിൽ യേശു ജനിക്കാതെ ആത്മീയ ഉണർവ് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇതിനപ്പുറം നമുക്ക് എന്ത് വേണം? പാപം ചെയ്യാതിരിക്കാൻ പരിശുദ്ധാത്മ ശക്തിയുണ്ട്.
നീ അറിയാതെ ചെയ്തു പോയ കഴുകാൻ ഒരു രക്തമുണ്ട്. ആമേൻ. ദൈവവചനമുണ്ട്. നമുക്ക് എന്താ ഇനി വേണ്ടത്? പരസ്യമായി ക്രൂശിനെ നിർത്തിയിട്ടുണ്ട്. ആ ക്രൂശ് കാൽപ്പാത്തി ചെന്ന് കെട്ടിപ്പിടിച്ച് തെറ്റുപറ്റിയപ്പോൾ പൊറുക്കണമേ എന്ന് പറയാൻ, അപ്പാ എന്ന് വിളിക്കാൻ അധികാരം അവൻ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനിയുള്ള കാലം വേറിട്ട് വലിയ വിശുദ്ധിയോടെ വേർപാടോടെ ശക്തമായി ഈ ക്രൂശിനെ ഉയർത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലകളെ വണക്കാൻ പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ച്. തൊട്ടു മുന്നിലൊരു ക്രൂശ് കാണുന്നില്ലേ? തൊട്ടു മുന്നിലൊരു ക്രൂശ്. തൊട്ടു മുന്നിലൊരു ക്രൂശ് കാണുന്നില്ലേ? തൊട്ടു മുന്നിൽ പരസ്യമായി നിർത്തിയിരിക്കുക. ഒരു കാൽപാദത്തിന്മേൽ ഒരു കാൽപാദത്തെ കയറ്റി വെച്ച് വലിയൊരാണി അടിച്ച്, സ്തോത്രം, 2 കൈകളിലും ആണിയടിച്ച് തലയിൽ മുൾക്കിരീടം. നിങ്ങൾ ആ കാൽപാദത്തിലെ വലിയ ആണി അടിച്ചെടുത്തൊന്ന് ചുംബിച്ച് 2 കരവും വിശ്വാസത്താൽ ആ മുട്ടിന് കീഴ്പോട്ടുള്ള ഭാഗത്തൊന്ന് പിടിച്ചിട്ട് ഒന്ന് താണിരുന്നിട്ട് പറ, കർത്താവേ, നീ എൻ്റെ രക്ഷിതാവ്, നീ എൻ്റെ വീണ്ടെടുപ്പുകാരൻ. ആവർത്തിക്കപ്പെടേണ്ടിയിരുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പാ. എന്നേക്കുമായി എല്ലാ യാഗങ്ങൾക്കും അതിന് അവസാനം വരുത്തി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം നിവൃത്തിയാക്കി. കർത്താവേ, നീ ഞങ്ങളോട് കരുണ കാണിച്ചതിനായി സ്തോത്രം. മുഴുവൻ പാപത്തിനും പരിഹാരം വരുത്തിയതിനായി സ്തോത്രം. ഞങ്ങൾക്കറിയാപ്പാ, നീ സിംഹാസനത്തിലിരിക്കുമ്പോൾ പാപം ചെയ്തോ എന്ന് ഞങ്ങളോട് ചോദിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ക്രൂശിൽ നിവർത്തിച്ച പരമയാഗത്തിൽ നീ എന്തേ വിശ്വസിക്കാഞ്ഞത്? അതേ ചോദിക്കത്തുള്ളൂന്ന് അറിയാപ്പാ. പ്രാഗൽഭ്യത്തോടെ പിതാവിന്റെ സന്നിധി നിൽക്കാൻ, അങ്ങ് സിംഹാസനത്തിലിരിക്കുമ്പോൾ വന്ന് നിൽക്കാൻ ഞങ്ങൾക്കൊരു കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, മനസാക്ഷി കുത്ത് നീക്കി തന്നത് അവനാണ്. പാപിയാണെന്ന ചിന്ത എടുത്തു മാറ്റിയത് അവനാണ്. കുറവില്ലാത്തവനെന്ന പ്രാഗൽഭ്യം തന്നത് നമ്മുടെ കർത്താവാണ്. ആ ക്രൂശിന്റെ ചുവട്ടിൽ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ, മറക്കില്ലപ്പാ, മറക്കില്ല, നിന്നെ ഞാൻ മറക്കില്ല. ഈ പ്രിയപ്പെട്ടവര് 2 സ്റ്റാൻസ് പാട്ട് പാടുമ്പോൾ തല കുനിഞ്ഞു തന്നെ ഇരിക്കട്ടെ, കരങ്ങളടിക്കാനല്ല. നിങ്ങളൊന്ന് കർത്താവിനോട് പറ, നമ്മുടെ അതരത്തോട് ചേർത്ത് അവന്റെ ചെവി വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നത് യേശു ഒന്ന് കേൾക്കട്ടെ ഇന്ന് രാത്രി. നമ്മുടെ ഹൃദയങ്ങളൊന്ന് കർത്താവ് കാണട്ടെ ഇന്ന് രാത്രി. കർത്താവ് സ്വർഗം ഇന്ന് രാത്രി ഒന്ന് സന്തോഷിക്കട്ടെ. നമുക്ക് ചേർന്ന് അത് അവര് പാടുമ്പോൾ നമുക്കൊന്ന് ധ്യാനിക്കാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. തീരുമാനത്തോടെ ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യം
എനിക്ക് വേണ്ടി പ്രാണനാഥൻ 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 എൻ പേർക്കായി ചാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മഹത്വത്തിന്റെ പ്രത്യാശയായി സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രിക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുക. കർത്താവേ, ഞങ്ങളുടെ മുഴുവൻ അശുദ്ധിക്കും പരിഹാരമായി കാൽവരിയിൽ നിവർത്തിച്ച പരമയാഗത്തിനായി സ്തോത്രം. ആ നല്ല വെള്ളിയാഴ്ച, ആ ഗുഡ് ഫ്രൈഡേ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി ഒരിക്കൽ കൂടെ സ്തോത്രം. അന്ത്യശ്വാസം വലിക്കുന്നതുവരെയും കർത്താവെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നീ രക്ഷിതാവെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് തരുന്ന പ്രാഗൽഭ്യത്തിനായി സ്തോത്രം. ആരുടെ മുന്നിൽ തലകുനിക്കാതെ നിന്നെ ഉയർത്താൻ, നിന്നെ മാത്രം ഉയർത്താൻ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ. ഒരു പ്രവൃത്തിയിലും ആശ്രയിപ്പാൻ ഞങ്ങൾക്കൊരിക്കലും ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളിൽ തന്നെ ആശ്രയിപ്പാൻ ഒരിക്കലും ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, ഈ കൂട്ടായ്മയ്ക്കായി നേതൃത്വം കൊടുക്കുന്നവർക്കായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം ചോദിക്കുന്നത് കൃപയോട് കേട്ട് ഉത്തരം വല്ലുമാറാക്കണമേ. ആമേൻ. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവർ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. മഹിമയിൻ രാജനെ, മഹത്വത്തിൻ ദേവനെ, എൻ നീതിയിൻ സൂര്യനെ, അങ്ങേക്കാരാധന. മഹിമയിൻ രാജനെ, മഹത്വത്തിൻ ദേവനെ, എൻ നീതിയിൻ സൂര്യനെ, അങ്ങേക്കാരാധന. യേശുവേ എൻ ജീവനെ, എൻ നാഥനെ ആരാധന. എൻ പ്രാണനെ, എൻ സ്വന്തമേ, എൻ തോഴനെ ആരാധന. യേശുവേ എൻ ജീവനെ, എൻ നാഥനെ ആരാധന. എൻ പ്രാണനെ, എൻ സ്വന്തമേ, എൻ തോഴനെ ആരാധന. ശോഭാപൂർണനെ, ശാരോനിൻ റോജയെ, എൻ ഹൃത്തിൻ വാഞ്ചയെ, അങ്ങേക്കാരാധന. ശോഭാപൂർണനെ, ശാരോനിൻ റോജയെ, എൻ ഹൃത്തിൻ വാഞ്ചയെ, അങ്ങേക്കാരാധന. യേശുവേ എൻ ജീവനെ, എൻ നാഥനെ ആരാധന. എൻ പ്രാണനെ, എൻ സ്വന്തമേ, എൻ തോഴനെ ആരാധന. യേശുവേ എൻ ജീവനെ, എൻ നാഥനെ ആരാധന. എൻ പ്രാണനെ, എൻ സ്വന്തമേ, എൻ തോഴനെ ആരാധന. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി വളരെ ഹൃദ്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ വ്യക്തവും വളരെ കൃത്യവുമായി വളരെ ഒരു നല്ല ഓർഡറിലായിട്ട് ദൈവത്തിൻ്റെ വചനം ഇന്ന് ദൈവദാസനിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടവന്നു. നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ സമാപനം ഏറ്റവും ഹൃദ്യമായി ക്രമീകരിച്ച ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിൻ്റെ സമാപനം വളരെ വളരെ നന്നായി കർത്താവിൻ്റെ ദാസൻ അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടവന്നു. ദൈവത്തിന് സ്തോത്രം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലുള്ള പഴയ നിയമത്തിൻ്റെ നിഴലായ കാര്യങ്ങൾ അത് പുതിയ നിയമത്തിൽ എങ്ങനെ സാധ്യമായി, അതിൻ്റെ പൊരുൾ എന്താണ്, വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് മറന്നു പോകുവാനായിട്ട് ഇടവരരുത്. ഇത് വിട്ട് വേറെ ഒന്നും നമുക്കില്ല. എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തത് മറന്ന് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എൻ്റെ ഏത് സാഹചര്യത്തിലും അതെനിക്ക് മറക്കാതെ ഓർക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമസഭയ്ക്ക് തന്നിട്ടുള്ള ഏറ്റവും വ്യക്തമായ ഒരു കാര്യമാണ് അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും അനുഭവിക്കണം. അത് പറയാൻ കാരണം
എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം. കാരണം ഇത് വിട്ടൊരു കളി നമുക്കില്ല, ഇത് മറന്നൊരു ജീവിതം നമുക്കില്ല. ഇതെൻ്റെ യേശു ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്കിന്നിവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്കൊരു ജീവനില്ല. കാരണം ഈ ക്രൂശ് മരണത്തിൻ്റെ അല്ലെങ്കിൽ താൻ യാഗമായി അർപ്പിക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഒരപ്പമെടുത്ത് പൊടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഈ പൊടിക്കുന്നത് ഒരപ്പമല്ല, എൻ്റെ ശരീരമാണ് പൊടിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ചത് ആലയത്തെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ചിരുന്ന കർട്ടൻ അവിടെ കീറിപ്പോയി. ഈ കർട്ടൻ തുണിയുടെ കർട്ടനല്ലെന്നാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കീറിയത് ഒരു തുണിയുടെ കർട്ടനല്ല, തൻ്റെ ദേഹമെന്ന തിരശീലയാണ് യേശു കുരിശിൽ കീറിയത്. ആ തിരശീല കീറിയത് ഒരു വ്യക്തിയും മറക്കരുത്. ഈ അപ്പം തിന്നുമ്പോൾ ഞാനത് ഓർത്തെൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളെ, വഴി കിട്ടിയത് കൊണ്ട് എനിക്കങ്ങ് കയറി ചെല്ലാൻ വഴിയില്ല. എനിക്ക് കർട്ടൻ മാറി, അല്ലെങ്കിൽ ദേഹം വഴി പുതിയ വഴി ഒരുക്കി തന്നു. എന്നാൽ ഞാൻ കയറി ചെന്നാൽ പിതാവായ ദൈവത്തിൻ്റെ കോപം മാറിയിട്ടില്ല, വഴി ഒരുക്കിയിട്ടുള്ളൂ. അതിനാണ് യേശുവിൻ്റെ രക്തം. പിതാവിൻ്റെ മുമ്പിൽ എൻ്റെ സകല പാപവും ക്ഷമിച്ചു തന്ന യേശുവിൻ്റെ രക്തം എനിക്ക് മറക്കാൻ കഴിയില്ല. അതാണ് എനിക്ക് തല ഉയർത്തി കയറി ചെല്ലാൻ എനിക്ക് മാർഗം ഒരുക്കി തന്നത്. അതുകൊണ്ട് വഴി ഒരുക്കിയ യേശുവിൻ്റെ ശരീരവും എൻ്റെ പാപം ക്ഷമിച്ച യേശുവിൻ്റെ രക്തവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയില്ല. ദൈവസഭ അത് മറക്കരുത്. പുതിയ നിയമത്തിന് വേണ്ടി ചൊരിയപ്പെട്ട എൻ്റെ പരിശുദ്ധ രക്തമാകുന്നു. അക്കാസയെടുത്ത് പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവമക്കളെ, ഇത് മറന്നൊരു ജീവിതം നമുക്കില്ല. അതുകൊണ്ട് യേശുവിനെ മറന്നൊരു ജീവിതം നമുക്കില്ല. നമുക്ക് വേണ്ടി മഹാപാപപരിഹാരമായി തീർന്ന യേശുവിൻ്റെ കാൽവരി യാഗത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഒരിക്കൽ കൂടി അത് നമ്മുടെ മുമ്പിൽ വരച്ച് വ്യക്തമായി വെളിപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, 2 സീരീസായിട്ടാണ് ഇവർ ഈ ഉത്സവം ആചരിക്കുന്നത്. 2 ഭാഗത്ത് അല്ലെങ്കിൽ 2 സമയത്താണ് ആദ്യത്തെ 4 ഉത്സവങ്ങൾ അവർ ഒരുമിച്ച് ആഘോഷിക്കുന്നു. അതേതൊക്കെയാണ് നമ്മൾ പഠിച്ചു. പെസഹ പെരുന്നാൾ, അതിനുശേഷം വരുന്നതായ ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, അതിനുശേഷം ആദ്യഫല പെരുന്നാൾ അവർ ആഘോഷിക്കും, അതിനുശേഷം വാരോത്സവം, പെന്തിക്കോസ്ത് പെരുന്നാളോടുകൂടി ആ ഒരു സെഷൻ കംപ്ലീറ്റ് ആവുക. പിന്നെ വരുന്ന സെഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈമിലാണ് രണ്ടാമത്തെ 3 ഉത്സവങ്ങൾ, അല്ലെ 2ാം പാർട്ടിലെ 3 ഉത്സവങ്ങൾ അവർ ആഘോഷിക്കുന്നത്. അതിലൊന്നാമത്തെ ഉത്സവം എന്ന് പറയുന്നത് കാഹളധ്വനിയുടെ പെരുന്നാളാണ്. 2ാമത്തേത് മഹാപാപപരിഹാര പെരുന്നാൾ. 3ാമത്തേത് കൂടാര പെരുന്നാൾ. ഹല്ലേലൂയ. ഇതും സംഭവിക്കാൻ പോകുന്ന 2ാമത്തെ സീസണിൽ സംഭവിക്കാൻ പോകുന്നതാണ്. കാഹളം ധ്വനിക്കും. യേശുവിൻ്റെ കാൽവരി രക്തത്താൽ മഹാപാപപരിഹാര ബലിയാൽ വീണ്ടെടുക്കപ്പെട്ട സകലരും അവനോടൊപ്പം വാഴുന്ന ഒരു സുദിനം കടന്നു വരുന്നു. കൂടാരത്തിൽ, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം പറഞ്ഞു പോരെ, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. നമ്മൾ ഒരുമിച്ച് അവനോടൊപ്പം ആരാധിപ്പാൻ, അവൻ്റെ മഹത്വത്തെ പ്രത്യാശതയിൽ ഒരുമിച്ചായിരിക്കാൻ ഈ പഠന സീരീസ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി മാറട്ടെ. ഓരോ സെഷനിലും ദൈവാത്മാവ് വളരെ ഹൃദ്യമായി നമ്മോട് ഇടപെട്ടു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സെഷന് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട തങ്കച്ചൻ സാറിനോടുള്ള നന്ദിയും സ്നേഹവും വാക്കുകളിൽ അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഭാരത സുവിശേഷീകരണ രംഗത്ത് വളരെ ധാരാളം മിഷണറിമാരായി, എനിക്ക് തോന്നുന്നു ധാരാളം സംസ്ഥാനങ്ങളിൽ, വിവിധ ഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസന് ദൈവം തുടർന്നും അതിനുവേണ്ട ശക്തിയും ബലവും നിയോഗവും അഭിഷേകവും നൽകി ആ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം പ്രത്യേകമായ കൃപകൾ നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനയും സന്തോഷവും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കടന്നു വന്ന എല്ലാവരോടും ദൈവസ്നേഹത്തിലുള്ള നന്ദിയും സ്നേഹവും വാക്കുകളിൽ അറിയിക്കുകയാണ്. ഓൺലൈനായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരോടും കൃത്യമായ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പഴയ നിയമത്തോടും ദൈവവചനത്തോടും താല്പര്യം വർദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സീരീസ് പഠന ആരംഭത്തിൽ നമ്മൾ ആഗ്രഹിച്ച് സമർപ്പിച്ചതായ ഒരു കാര്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇത് പരമാവധി ഭക്ഷിപ്പാനുള്ള ഒരു ആഗ്രഹവും കൊതിയും നമ്മുടെ ഉള്ളിൽ വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വരുന്ന ചൊവ്വാഴ്ചകളിലും പതിവായി നമ്മുടെ മീറ്റിംഗ് അതുപോലെ തന്നെ ക്രമീകൃതമായിട്ടുണ്ടാകും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മറ്റു മീറ്റിങ്ങുകളും നന്നായിട്ട് നടക്കുന്നു. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, മറ്റന്നാൾ മുതൽ 3 ദിവസം നമുക്കിവിടെ പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട ദൈവവചന പഠനത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നോട്ടീസ് എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരം
വെള്ളിയാഴ്ച വൈകുന്നേരം, ശനിയാഴ്ച വൈകുന്നേരം 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ബാബുച്ചായൻ ജോർജ് എറിയാൻ സാറ് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. അവർ 8 പേര് ഒരുമിച്ച് ടീമിൽ കടന്നു വരുന്നു. അവർ 3 ദിവസം നമ്മളോടൊപ്പം ഉണ്ടാകും. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നമ്മളോടൊപ്പം 3 ദിവസം ഫുള്ളായിട്ടുണ്ടാകും. ദൈവമക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, നമ്മുടെ റിലേറ്റീവ്സ് ആരും ഈ ശുശ്രൂഷ മുടക്കരുത്. ഞാൻ വളരെ സ്നേഹത്തോടെ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ലീവോ എന്ത് ക്രമീകരണമാണോ ചെയ്യേണ്ടത് നിങ്ങളത് ചെയ്യണം. ഒരു എക്സ്ക്യൂസ് പറയുവാനായിട്ട് ഇടവരരുത്. നമ്മുടെ ദേശത്ത് നമുക്ക് വേണ്ടിയാണ് ഇത് ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ, ഈ ബൈബിൾ ക്ലാസ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി മാറും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. ദൂരെ നിന്നുള്ളവരാണെങ്കിൽ 2 ദിവസം നമ്മുടെ വീട്ടിൽ താമസിക്കാനുള്ള ക്രമീകരണം ചെയ്യുക, അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. നമ്മുടെ ഹോളിലൊക്കെ ഇച്ചിരി സ്ഥലക്കുറവുണ്ട്, എന്നാലും പരമാവധി കസേരകളൊക്കെ ടൈറ്റാക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായി വരുന്നവരെ നമ്മൾ താഴെ TV കൊടുത്ത് ചെയ്യാനുള്ള ക്രമീകരണവും ചെയ്യുന്നുണ്ട്. നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാണ്ടായിപ്പോയി. എങ്കിലും ഈ ചെയർ മാറ്റി നമ്മൾ മറ്റൊരു ചെയർ ആക്കുകയാണ്. ക്രമീകരണങ്ങളൊക്കെ പരമാവധി നമുക്ക് ഇതിൻ്റെ അകത്ത് കൊള്ളിക്കുവാനായിട്ട് ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. എല്ലാവരും നമുക്ക് ഒരുമിച്ച് 3 ദിവസവും വൈകിട്ടാണ് ബാബുച്ചായൻ്റെ ബൈബിൾ ക്ലാസ് നടക്കുന്നത്. 6:45 മിഷൻസ് ഇന്ത്യയുടെ ടീം ഗാനശുശ്രൂഷ ആരംഭിക്കും. നമുക്ക് ബാബുച്ചായൻ്റെ സമയം അല്പം കൂടുതൽ കൂടെ കാണുള്ളത് കൊണ്ട് ബൈബിൾ ക്ലാസ് നേരത്തെ ആരംഭിക്കും. 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ടെസ്റ്റ് മണി കൂടി, മിഷൻ ഫീൽഡിൽ നിന്നുള്ള ടെസ്റ്റ് മണി കൂടി വൈകിട്ടത്തെ സെഷനിലുണ്ടാകും. എന്നാൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നടക്കുന്ന പകൽ മീറ്റിങ്ങിലാണ് കൂടുതൽ രാജസ്ഥാനിൽ നിന്നുള്ള മിഷണറിമാരുടെ സന്ദേശങ്ങളും അവരുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കപ്പെടുന്നത്. അതിലും വചനശുശ്രൂഷയുണ്ട്, അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് 3 ദിവസം വൈകിട്ട് ബൈബിൾ ക്ലാസ് ഉണ്ട്. വെള്ളിയും ശനിയും പകൽ 10 മുതൽ 12:30 വരെ ഇവിടെ വെച്ച് മിഷൻ ധ്യാനവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി മാറും. ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടിയാണ് രാജസ്ഥാനിൽ നിന്ന് അവർ 2 പേരും കടന്നു വന്നത്. തിരിച്ച് അവർ മടങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഓർക്കുക, നമുക്ക് ഒരുമിച്ച് കർത്താവ് തന്നിട്ടുള്ള ഒരു ആത്മീക ധ്യാനത്തിൻ്റെ 3 ദിവസമാണ്. അതുകൊണ്ട് നമ്മളാരും അത് കടന്നു വരാതിരിക്കരുത്. നമ്മളെല്ലാവരും അത് പ്രയോജനപ്പെടുത്തണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മിഷൻ ഫീൽഡിലെയും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവകൃപയാൽ വളരെ അനുഗ്രഹകരമായിട്ട് നടക്കുന്നു. പ്രത്യേകമായിട്ട് ദൈവമക്കൾ അതിനോർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, വനിതാ സംഗമം. നമ്മൾ വനിതകൾ ദൈവകൃപയിൽ ശുശ്രൂഷയിൽ മുന്നേറുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹവും സ്വപ്നമാണ്. അതിനുവേണ്ടി നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വനിതാ സംഗമം അല്ലെങ്കിൽ വനിതകളുടെ മീറ്റിംഗ് 21-ാം തീയതി ബുധനാഴ്ച പകൽ 10 മുതൽ 12:30 വരെ ഈ ഹാളിൽ വെച്ച് നടക്കുകയാണ്. വനിതാ സംഗമമാണ്. അതിൻ്റെ ശുശ്രൂഷകളെല്ലാം നമ്മൾ പുറമേ നിന്ന് ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഒരു 14 ചാർട്ടഡ് പ്രോഗ്രാംസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ സഹോദരിമാർ തന്നെയാണ് ഓരോരുത്തർ അത് ഏറ്റെടുക്കുന്നത്. വചന ശുശ്രൂഷ അവരാണ്, പാട്ട് അവരാണ്, അതുപോലെ മിഷൻ സ്റ്റോറി പറയുന്നത് അല്ലെങ്കിൽ യാഹ്വേ ഈ സീരീസ് പറയുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ക്രമീകരിക്കുന്നത്. നമ്മുടെ സഹോദരിമാർ ആ ശുശ്രൂഷയിൽ ദൈവം നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവരൊക്കെ ഒത്തിരി ദൈവകൃപയിൽ മുന്നേറി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും പുരുഷന്മാരത് കേൾക്കാനോ കാണാനോ വന്നതിൽ ഒരു വലിയ പാപമല്ല. എങ്കിലും വനിതാ മീറ്റിംഗ് ആണ് എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് അത് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം എല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കാനായിട്ടുണ്ട്. നമ്മളേറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേസ് ചേച്ചിയുടെ ജന്മദിനമാണിന്ന്. അത് നമുക്ക് ഒത്തിരി സന്തോഷമാണ്. ഗ്രേസ് ചേച്ചി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒത്തിരി വെല്ലുവിളികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവം തൻ്റെ മകളെ താങ്ങി നടത്തിയ നന്ദിയോടെ ഓർക്കുകയാണ്. ഒത്തിരി ശക്തമായ കാറ്റുകൾ ആഞ്ഞടിച്ചു. രോഗത്തിൻ്റെ പ്രയാസങ്ങൾ കടന്നു വന്നു, കുടുംബത്തിൽ പ്രയാസങ്ങൾ കടന്നു വന്നു. എന്നാൽ ഞാനിന്ന് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്, ഇത്രത്തോളം ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ ചിന്തിച്ചു പോയ ആശങ്കപ്പെട്ട ഒരുപാട് സമയമുണ്ടായിരുന്നു. എന്നാൽ ആരോഗ്യത്തോടെ മുകളിലത്തെ പടി കയറി വന്ന് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 3 ദിവസം ഇവിടെ താഴത്തെ നമ്മുടെ പ്രെയർ സെൻറ്ററിൽ വന്നിരുന്ന്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും 3 ദിവസം അവിടെ വന്നിരുന്ന് 10 മണി മുതൽ 12 വരെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരും. ദൈവം നൽകിയ ആരോഗ്യത്തിനായി സ്തോത്രം, ദൈവം നൽകിയ സൗഖ്യത്തിനായി സ്തോത്രം. അത് ഞാൻ അല്പം കൂടി ചേർത്ത് പറയാം, 2 മക്കളും കർത്താവിൻ്റെ വേലയിൽ നിൽപ്പാൻ തക്കവണ്ണം ദൈവം എൻ്റെ മകളെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തിന് സ്തോത്രം. ജോർജ് ചേട്ടനും ഗ്രേസ് ചേച്ചി ഇവിടെ ഇരിക്കുന്നവരെ 2 പേരും ഗൗരവകരമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം സൗഖ്യം നൽകി, ദീർഘായുസ് നൽകി. ദൈവം ആർക്കും കടക്കാരനല്ല, അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ഗ്രേസ് ചേച്ചിയുടെ ജന്മദിനത്തിൽ ഞങ്ങൾക്ക് ഈ കൂട്ടം മുഴുവനും ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുകയാണ്. ഇനിയും ധാരാളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം തൻ്റെ മകളെയും ആ കുടുംബത്തെയും ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്.
നമുക്കത് ഓർക്കാനുള്ളൊരു മധുരം ഹോളിൻ്റെ വെളിയിൽ തരും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മറ്റൊന്നും ഓർമ്മപ്പെടുത്താനായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും കർത്താവെ അടിയങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെ ദൈവമേ അങ്ങേ മക്കളോടുകൂടെ ദേശത്തോടുകൂടെ നടന്നു വരുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകളോടുകൂടെ പ്രിയപ്പെടുന്ന വചനം പ്രസംഗിച്ച പ്രിയപ്പെട്ടവരോടുകൂടെ എന്നും ഒന്നാളും ഉണ്ടായിരിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ.